വിധികളും അതിന്റെ കർമ്മശാസ്ത്രപരമായ വിശദീകരണങ്ങളും ഒരല്പസമയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അങ്ങനെ ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥമായ നിലപാടിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെ ആമുഖ ഭാഷണം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കുകയുണ്ടായി. കേരളത്തിൽ നിലവിളക്കുമായി ബന്ധപ്പെട്ട് 1-2 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അത് രാഷ്ട്രീയ രംഗത്ത് അതിന്റെ പ്രതിഫലനവും പ്രത്യാഘാതങ്ങളും ചർച്ചകളും അതെന്തോ ആവട്ടെ, മതകീയമായ അതിന്റെ മാനവും മതപരമായ അതിനോടുള്ള പ്രതികരണവും അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവാദമെന്ന് പറയുന്നത് ഉദ്ഘാടന ചടങ്ങുകളിൽ അതുപോലുള്ള മംഗളവേദികളിൽ ആ ചടങ്ങുകളെ ധന്യമാക്കാൻ, അതല്ലെങ്കിൽ ആ ചടങ്ങുകളെ ഒരു ധന്യമായ ചടങ്ങായിട്ട് ഒരു സൂചനാത്മകമായി ഉപയോഗിക്കാൻ നിലവിളക്ക് കത്തിക്കുക എന്നുള്ള ആ പ്രവർത്തനം, അതാണിവിടെ നമ്മുടെ ചർച്ചയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങളിലൊക്കെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ അതിന്റെ മതപരമായ വിഷയം അല്ലെങ്കിൽ അതിന്റെ കർമ്മശാസ്ത്രം പറയുന്നതിന് മുമ്പായിട്ട് ഈ ഉദ്ഘാടന വേദികളിലും പ്രത്യേകിച്ച് ഗവൺമെന്റ് പരിപാടികളിലൊക്കെ നിലവിളക്ക് കൊളുത്തുമ്പോൾ, ഭദ്രദീപം കൊളുത്തുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റു വല്ല അജണ്ടകളും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റു തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഫാഷിസം, വർഗീയ ഫാഷിസം രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ രണ്ടു നിലക്ക് രാജ്യത്തിന്റെ ദിശയെ നിർണയിക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഊഹിക്കുക മാത്രമല്ല, അങ്ങനെയുള്ള നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യ തികച്ചും ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു രൂപം. രണ്ടാമത്തത്, ഹൈന്ദവ രാഷ്ട്രം എന്നുള്ള മതകീയത അല്ലെങ്കിലും ശുദ്ധമായ മതേതരം, മതത്തിന്റെ ലാഞ്ചനകളൊന്നുമില്ലാതെ പൊതുവേദികളിലൊക്കെ മതേതര ഭാവം കാണിക്കുക, മതപരമായ അസ്തിത്വവും മതപരമായ സ്വത്വവും മതപരമായ ഐഡന്റിറ്റിയും പ്രകടിപ്പിക്കാതിരിക്കുക, പൊതുവേദികളിലൊക്കെ ഒരു മതേതരമായ മതത്തിന്റെ ടച്ചും മതത്തിന്റെ സ്പർശനവും ഇല്ലാത്ത വിധത്തിൽ പെരുമാറുക. ഇങ്ങനെ രണ്ട് കോലത്തിൽ സമൂഹത്തെ നയിക്കാനുള്ള പ്രവണത പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന്റെ ആ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷകന്മാരാണ് ആ വിഷയത്തിൽ വ്യക്തമായ നിലപാടുകൾ പറയേണ്ടത്, അവരാണതിൽ പ്രതികരിക്കേണ്ടത്. ഇവിടെ ഇതിന്റെ കർമ്മശാസ്ത്രം മാത്രം പറയലാണ് ഉദ്ദേശ്യം. പക്ഷേ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എതിർക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അതിനെതിർക്കുന്ന പ്രസ്താവനകൾ അത് ആ നിലക്ക് തന്നെ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ആ പ്രസ്താവനകളുടെ പ്രസക്തി, ഇങ്ങനെ ഉദ്ഘാടന വേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നത് അത് ശരിയല്ല എന്ന
പ്രസ്താവനകളുടെയൊക്കെ പ്രസക്തി വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എന്താണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ, നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് വെക്കുന്ന വിളക്ക് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നിലത്ത് വെക്കുന്ന വിളക്ക് തന്നെയാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ. നിലവിളക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നിലവിളക്കിന്റെ കർമ്മശാസ്ത്രം പറയുമ്പോൾ എന്താണ് നിലവിളക്ക് എന്ന് മനസ്സിലാക്കണമല്ലോ. ഏതൊരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന്റെ കർമ്മശാസ്ത്രപരമായ വിധി പറയുമ്പോൾ എന്താണ് അത് എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് തഹരീർ ചെയ്യണം. നിലവിളക്ക് എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ ശബ്ദധാരാവലിയിലൊക്കെ അതിന്റെ നിർവചനം അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. തറയിൽ നിർത്തക്കവണ്ണം നിർമ്മിച്ചിട്ടുള്ള ഓട്ടുവിളക്ക് എന്നാണ്. അതൊന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, തറയിൽ മറിയാതെ നിൽക്കത്തക്കവണ്ണം ഭാരമുള്ളതും വൃത്താകൃതിയുള്ളതുമായ ചുവടോടുകൂടിയ, ഒരുപാട് ചുവടുകളുണ്ടാവും അതിൽ, ചുവടോടുകൂടിയ തണ്ടും അതിന്മേൽ ഘടിപ്പിക്കാവുന്ന തട്ടും ഉള്ളത്. അതൊരു തട്ടുള്ളതുണ്ട്, ഒന്നിലധികം തട്ടുള്ളതുണ്ട്. തട്ടിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. എല്ലാ മംഗളകർമ്മങ്ങൾക്കും കേരളീയർ നിലവിളക്ക് കത്തിക്കാറുണ്ട്. ഇങ്ങനെയാണ് ശബ്ദധാരാവലിയിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ മംഗളകർമ്മങ്ങൾക്കും കേരളീയർ നിലവിളക്ക് കത്തിക്കാറുണ്ട്. അപ്പൊ മംഗളകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ, കല്യാണങ്ങൾ പോലുള്ള വിഷയങ്ങൾക്കൊക്കെ ഈ നിലവിളക്ക് കത്തിക്കുന്നത് അതിനുള്ളൊരു മംഗളം അഥവാ തഫാഉൽ, ഒരു ശുഭലക്ഷണം കാണുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഉപയോഗമായിട്ട് ശബ്ദധാരാവലി പറഞ്ഞത്. തഫാഉൽ. അപ്പൊ തീയ് കത്തിച്ചുകൊണ്ടുള്ള തഫാഉൽ, ഒരു വിഷയത്തിൽ അത് വളരെ മംഗളപരമായിട്ട് അവസാനിക്കണം, അതിൽ വളരെ സുന്ദരമായിട്ട് സന്തോഷകരമായിട്ട് പര്യവസാനിക്കണം എന്നതിലേക്കുള്ള ഒരു അടയാളം, ഒരു ലക്ഷണം കാണൽ എന്ന വിധത്തിൽ തീയ് കത്തിക്കുക എന്നുള്ള ഒരു ഏർപ്പാടാണ് അതിന്റെ ഉപയോഗമായിട്ട് അതിൽ പറയുന്നത്. ഇങ്ങനെ തീയ് കത്തിച്ചുകൊണ്ടുള്ള തഫാഉൽ എന്ന് പറയുന്നത് പല നിലക്കും നമുക്ക് തഫാഉലുണ്ട്. നമ്മൾ ഒരു വഴിക്ക് പുറപ്പെടുന്ന സമയത്ത് ഒരാള്, ഒരു കാര്യമായ ഒരു മഹാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് നമ്മൾ അതിലൊരു തഫാഉൽ കാണുകയാണ്, ഒരു നല്ല ഒരു ലക്ഷണം കാണുകയാണ്. അതായത് ഞാൻ എന്റെ ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പുറപ്പെട്ട, ഞാൻ ഈ ഒരുങ്ങിയ, ഞാൻ ഈ തുടങ്ങി വെച്ച ഈ കാര്യത്തിൽ നല്ല വിജയമുണ്ടാകും, അതിൽ നല്ല ബർക്കത്തുണ്ടാകും, അതിൽ നല്ല മംഗളപരമായ പര്യവസാനമുണ്ടാകും എന്ന് നമ്മൾ മനസ്സുകൊണ്ടൊരു വിചാരപ്പെടൽ നടത്തുകയും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ തഫാഉല്. ഇങ്ങനെയുള്ള തഫാഉല്, ഇങ്ങനെയുള്ള നല്ല മഹാന്മാരെ കാണുക, നല്ല വാക്കുകൾ കേൾക്കുക, നല്ല രംഗങ്ങൾ കാണുക, ഇതൊക്കെ വെച്ചുകൊണ്ട് അതിൽ ശുഭലക്ഷണം കാണുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവർത്തികമാക്കിയ കാര്യവുമാണ്. അതേസമയത്ത് തീയ് കത്തിച്ചുകൊണ്ടുള്ള തഫാഉൽ എന്ന് പറയുന്നത് ഇതുമായി ബന്ധമില്ല. തീയ് കത്തിച്ചുകൊണ്ടുള്ള തഫാഉൽ, മംഗളകാര്യങ്ങൾക്ക് തീ കത്തിക്കുക എന്നുള്ള പരിപാടി, അഥവാ മംഗളകാര്യങ്ങൾക്ക് അതിന്റെ തഫാഉലായിട്ട് അതിലുള്ള ശുഭലക്ഷണം എന്ന നിലക്ക് തീയ് കത്തിക്കുക എന്നുള്ളൊരു ഏർപ്പാട് ഇസ്ലാമികമായിട്ട് അത് അംഗീകൃതമല്ല. അങ്ങനെ പറയാനുള്ള കാരണം, മയ്യത്തിന്റെ ബാബിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ശരിക്കും മനസ്സിലാക്കണം, എന്റെ സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഉദ്ഘാടന വേദികളിൽ തീ കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ബട്ടൺ മുറിക്കുന്നത് പോലെയാണ്, ലൈറ്റ് അതുപോലെ തന്നെ വെളിച്ചമുണ്ടാക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ആ കൂട്ടത്തിൽ വിസ്മയം ചെല്ലിയാല് കാര്യങ്ങളൊക്കെ പൂർത്തിയാവും, കാര്യങ്ങളൊക്കെ ഉഷാറാവും എന്ന് ചില ആളുകൾ പറയുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ പറയുകയാണ്, വയുക്റഹു ഇത്ബാഉഹാ ബിനാരിൻ ബിമിജ്മറത്തിൻ ഔ ഗൈരിഹാ ഇജ്മാഅൻ. മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോൾ തീ കൊണ്ട് അനുഗമിക്കൽ കറാഹത്താണ്, പാടില്ലാത്തതാണ്, അതിൽ തർക്കമില്ല. അതിന് ഇല്ലത്ത് പറഞ്ഞത് എന്താണ്? അന്നഹു തഫാഉലുൻ ഖബീഹുന്ന. കാരണം അത് വളരെ മോശമായ
ഒരു തഫാവ്, ചീത്ത ലക്ഷണം ആണ് അതിലുള്ളത്. തീ കത്തിച്ചുകൊണ്ടുള്ള ഇതെന്ന് പറഞ്ഞ ചീത്ത ലക്ഷണമാണ്. ശരിക്കും മനസ്സിലാക്കണം. തീ കത്തിക്കുക എന്നുള്ളത് അത് നരകത്തിന്റെ ഒരു പ്രതീകമാണ്. തീ കത്തിക്കുക എന്നുള്ളത് ഒരു ലക്ഷണമായിട്ട് തീ കത്തിക്കുക, വേറെ ഉദ്ദേശമൊന്നുമില്ല. വേറെ അതുകൊണ്ട് ഉപകാരങ്ങളോ വേറെ ഗുണങ്ങളോ വേറെ ഭൗതികമായ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഒരു തീ കത്തിക്കുക, തീ കത്തിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം. അങ്ങനെ മുൻഗാമികളോ അല്ലെങ്കിൽ സമകാലികരോ ആയ ആരും തന്നെ, പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആദരണീയരായ ആളുകളോ മാതൃകാ പുരുഷന്മാരോ ഇതുവരെ അങ്ങനെ നിർവഹിച്ചിട്ടില്ല. അതൊരു തഫാവുല് ഖബീഹാണ്. തീ കത്തിക്കുക എന്നുള്ളതിന് നല്ല ലക്ഷണമല്ലെന്നത്, അത് ചീത്ത ലക്ഷണമാണ് അതിന്റെ പിന്നിൽ. ഒരു പ്രതീകാത്മകതയാണല്ലോ ഉദ്ദേശിക്കുന്നത്, നടക്കാൻ പോകുന്ന വിഷയത്തിലുള്ള ഒരു പ്രതീകാത്മകത. അത് തീ കത്തിച്ചുകൊണ്ടുള്ള പ്രതീകാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാട മുറിക്കുന്നത് പോലെയല്ല. നാട മുറിക്കുക എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലേക്ക് ആർക്കും ഇപ്പൊ പ്രവേശനമില്ല, ഈ നാട മുറിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവേശനം എന്ന് അതിന്റെ ഉദ്ദേശമുള്ളൂ. അതേസമയത്ത് ലൈറ്റ് കത്തിക്കുക എന്നുള്ളതോ അത് ഒരു പ്രകാശം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് തീ കത്തിക്കുക എന്നുള്ളത് അതൊന്നുമല്ല. തീ കത്തിക്കുക എന്നുള്ളത് തഫാഉൽ ഖബീഹാണ്. എന്നിട്ട് അവിടെ പറയുകയാണ് ഇബാറത്തുൻ നിഹായ, നഅം ലവിഹ്തീജ ഇല ദഫനി ലൈലൻ ഫിൽ ലയാലിൽ മുദ്ലിമ. നല്ല കനത്ത ഇരുളുള്ള രാത്രികളിൽ മറമാടാൻ, മയ്യത്തിനെ മറമാടാൻ തീ കത്തിക്കൽ ആവശ്യമായാൽ, അവിടെ തീ കത്തിക്കുക എന്നുള്ള ലക്ഷ്യം മറമാടിനോട്ട് വെളിച്ചുണ്ടാകുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ ഫദ്ദാഹിറു അന്നഹു ലാ യുക്റഹു ഹംദു സിറാജി വശുംഅതി വനഹ്വിഹാ, അവിടെ വിളക്കോ മെഴുകുതിരിയോ പോലുള്ളത് കൊണ്ടുപോകൽ കറാഹത്തില്ല. വലാ സിയമാ ഹാലത്ത ദഫൻ ലിഅദലി ഇഹ്സാനി ദഫനി വഇഹ്കാമിഹി, നല്ല വിധത്തില് ശരിയായ രൂപത്തിൽ മറമാടുന്ന മയ്യത്തിനെ മറമാടുന്നതൊക്കെ ശരിക്ക് വെളിച്ചത്തിൽ കണ്ട് ചെയ്യാൻ അത് ആവശ്യമാവുകയാണെങ്കിൽ പ്രത്യേകിച്ചും എന്ന്. അപ്പോ തീ കത്തിക്കുക എന്നുള്ളതിന് ഒരു തഫാഉലായിട്ട് ഒരു പ്രതീകമാക്കുക എന്നുള്ളത് അതൊരു ശരിയായ നിലപാടായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ ഉദ്ഘാടന ചടങ്ങുകളിൽ തീ കത്തിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന വേദി എന്ന് പറഞ്ഞിട്ടൊന്നില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കാം. നിലവിളക്കിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഈ നിലവിളക്കല്ലാത്ത ഒരു തീപ്പെട്ടിക്കൊള്ളി വരുത്തിക്കാണ്ട് ഉദ്ഘാടനം ചെയ്യാം. തീപ്പെട്ടിക്കൊള്ളി വരുത്തിക്കാണ്ട് ഉദ്ഘാടനം ചെയ്യാന്ന് പറയുമ്പോൾ അത് നശീകരണത്തിന്റെ സ്വഭാവമാണ്. തീ എന്ന് പറഞ്ഞാൽ ആളി പിടിച്ചാലേ, കാരണം നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് അണക്കണം എന്നാണല്ലോ, വിളക്ക് അണക്കണം എന്നാണ് മസല. രാത്രി വിളക്ക് അണച്ച് കിടക്കണം എന്നാണ്. കാരണം പലപ്പോഴും തീ ആളിപ്പടരാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ തീ ആളിപ്പടരുന്ന അതൊരു നശീകരണ സ്വഭാവമാണ് തീയിലുള്ളത്. അതുകൊണ്ട് തന്നെ തീ കത്തിച്ചുകാണ്ട് ഉദ്ഘാടനം എന്നുള്ളൊരു പ്രതീകാത്മകത ഒരിക്കലും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഇനി അത് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ ബിസ്മി ചൊല്ലേണ്ടതില്ല. കാരണം ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞത് എവിടുക്കാ ബിസ്മി ചൊല്ലേണ്ടത്? കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി, ജാറങ്ങളിലെ നിലവിളക്കൊക്കെ നമ്മൾ പറയാം. ജാറങ്ങളിലുള്ള നിലവിളക്കല്ല അവർ ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടന വേദികളിലുള്ള അതാണ് പ്രതീകാത്മകത എന്ന് പറയുന്നത്. അതൊരു വിഷയത്തെ പ്രതിനിധീകരിക്കുകയാണ്, പ്രതീകമായി നിലകൊള്ളുകയാണ്. അതിൽ നിന്നൊരു തഫാഉൽ, ഒരു നല്ല ലക്ഷണം, ഒരു ലക്ഷണം അതിൽ കാണലാണ്. ആ വിധത്തിലാണല്ലോ ഉദ്ഘാടനത്തിന് തീ ഉപയോഗിക്കുന്നത്. അതുപോലെ നാട മുറിക്കുമ്പോൾ അവിടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ആ ഷോപ്പിലേക്ക് ഇതുവരെ പ്രവേശനമില്ല, ഇതോടുകൂടി അതിൽ കസ്റ്റമേഴ്സിനൊക്കെ ഏത് സമയത്തും വാതിൽ മലർക്കെ തുറക്കാൻ പോവുകയാണ്, ഇനി ഈ ഷോപ്പ് അടക്കാൻ പോകില്ല, ഏത് കസ്റ്റമർക്കും ഇവിടെ വരാം എന്ന വിധത്തിലുള്ള ചില സന്ദേശങ്ങൾ, ചില മെസ്സേജുകളാണ് അതിൽ നൽകുന്നത്. അതേസമയത്ത് തീ കത്തിച്ചുള്ള മെസ്സേജ് എന്താണത്? ആളിപ്പടരുന്ന തീ ആ ഷോപ്പ് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും എന്നുള്ള മെസ്സേജല്ലേ അതിലുള്ളത്. അപ്പൊ ആ ഒരു മെസ്സേജ് അതിൽ അടങ്ങിയത് കൊണ്ട് തന്നെ തീ കത്തിച്ചുകൊണ്ടുള്ള ഏർപ്പാടുകൾ എവിടെ നോക്കിയാലും ഇസ്ലാം അതിനെ എതിർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് അംഗീകരിക്കുന്നില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് നിലവിളക്ക് കൊളുത്തുക എന്നുള്ള പരിപാടി. നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ ആചാരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ പുസ്തകങ്ങളിലും അതുപോലെ പൊതു പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുക, അതുപോലെ കല്യാണ സദസ്സുകളിലും മറ്റു സദസ്സുകളിലൊക്കെ നിലവിളക്ക് ഇങ്ങനെ കത്തിച്ചു വെക്കുക. എങ്ങനെ കത്തിച്ചു വെക്കുക? അതിനതിൻ്റെതായ പ്രത്യേകമായ രീതിയിലും പ്രത്യേകമായ ഭാവത്തിലും പ്രത്യേകമായ സങ്കല്പങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. അത് ഹൈന്ദവ ആചാരമാണ് എന്നുള്ളതിൽ തർക്കമില്ല. പറ്റുമെന്ന് പറയുന്ന ആളുകളും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് ഹൈന്ദവരുടെ ഒരു സവിശേഷമായ ആചാരം. അതൊരു ദേശീയാചാരമല്ല, ഭാരതീയാചാരമല്ല, കേരളീയാചാരമല്ല, പ്രാദേശികാചാരമല്ല, കാർഷികാചാരമല്ല, മറിച്ച് ഒരു മതകീയമായ, പ്രത്യേകിച്ച് ബിംബാരാധനയുടെ ശിർക്കിന്റെ മതമായ ഹൈന്ദവ മതത്തിന്റെ ഒരു ആചാരമാണ്, അവരുടെ ഒരു ആരാധനാ രീതിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ നിലവിളക്ക് ഉദ്ഘാടന വേദികളിൽ കൊളുത്തുക അല്ലേ, ഇതിന്റെ മതവിധി എന്താണ്? ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിലവിളക്ക് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു അന്യമതസ്ഥരുടെ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ഒരു ആചാരമാണ്, അവരുടെ ആരാധനയാണ്. ഏത് നിലവിളക്ക്? എല്ലാ നിലവിളക്കുമല്ല, ഉദ്ഘാടന വേദികൾ പോലുള്ള വേദികളിൽ ഇങ്ങനെ ചില ബർക്കത്തുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, ചില ഗുണങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട്, ചില പ്രതീകാത്മകമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ചില ലക്ഷണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെ, ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ നടത്തുന്ന കാര്യങ്ങൾ, അത് ഹൈന്ദവരുടെ ആചാരമാണ്. അതിലവർ ഒരുപാട് ആരാധനകൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പൂജകൾ അതിലടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ശ്ലോകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ശിർക്കിന്റെ വചനങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അത് കത്തിക്കാൻ പ്രത്യേക രീതിയുണ്ട്. എങ്ങനെയെങ്കിലും തീപ്പെട്ടിക്കൊള്ളി വരുന്നമായിരുന്നു വരുത്തിയാൽ പോരാ. നിലവിളക്ക് കൊളുത്തുമ്പോൾ തീപ്പെട്ടിക്കൊള്ളി വരുത്തിക്കാണ്ട് കത്തിച്ചാൻ പറ്റുമോ? തീപ്പെട്ടിക്കൊള്ളി വരുത്തിക്കാണ്ട് കത്തിച്ചാൻ പറ്റൂല. അല്ലെങ്കിൽ ചമ്മല കൂട്ടിക്കാണ്ട് അതിൽ നിന്നൊരു ഇലെടുത്തുകാണ്ട് കത്തിക്കാൻ പറ്റൂല. അതൊക്കെ അതിന്റെ പ്രത്യേകമായ രീതിയിലും പ്രത്യേകമായ ഭാവത്തിലും പ്രത്യേകമായ ശൈലിയിലും പ്രത്യേകമായ സങ്കല്പങ്ങളിലും പ്രത്യേകമായ വിശ്വാസത്തിലും പ്രത്യേകമായ ആരാധനാ മനോഭാവത്തോടെയും അല്ലെ, വണക്കത്തോടുകൂടെയും ആ വിളക്കിലവർ വണങ്ങുന്നു. അതിന്റെ മുമ്പിൽ പ്രത്യേകമായ തഅ്ലീമുകൾ നടത്തുന്നു, ആരാധനാപരമായ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവരുടെ ഒരു ഐഡന്റിറ്റിയാണത്. ഹൈന്ദവരുടെ ഒരു ഐഡന്റിറ്റിയാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. ഏത് നിലവിളക്ക് എന്നുള്ള ആ സാധനമല്ല, നിലവിളക്കിനെ പ്രത്യേകമായ രൂപത്തിൽ കൊളുത്തുക എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ നിലവിളക്ക് ഉദ്ഘാടന വേദികൾ കൊളുത്തുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിധി എന്താണ്? നമ്മൾ അതിനെ സമീപിക്കുക. അവരെന്തോ ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞത് അർത്ഥം നമ്മൾ അവരുടെ ആരാധനകളെയോ ആരാധനാമൂർത്തികളെയോ അല്ലെങ്കിൽ അവരുടെ ബിംബങ്ങളെയോ നമ്മൾ ആദരിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ, അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നമ്മൾ ആദരിക്കണം, പക്ഷെ നമ്മളിത് അനുഷ്ഠിക്കാതിരുന്നാൽ മതി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല. അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെയോ ആരാധ്യ വസ്തുക്കളെയോ നമ്മളിങ്ങനെ ആദരിക്കണം, തഅ്ലീം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. എന്തിനാ നമ്മൾ തഅ്ലീം ചെയ്യുന്നത്? അതൊരിക്കലും തന്നെ ആ പ്രയോഗം ശരിയല്ല എന്നാണ് സാന്ദർഭികമായിട്ട് ഉണർത്താനുള്ളത്. അങ്ങനെ ഈ ഉദ്ഘാടന വേദികളിൽ കൊളുത്തപ്പെടുന്ന ഈ ഭദ്രദീപം അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്നതിനെ ഒരു മുസ്ലിം നിർവഹിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. ഒന്ന്, ഇതൊക്കെ കർമ്മശാസ്ത്രപരമായിട്ട് ഫിഖഹിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഗതിവിഗതികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല, മറിച്ച് ഇത് അതൊന്നും ആലോചിക്കാതെ രാജ്യത്താര് ഭരിക്കുന്നു, രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, രാജ്യത്തെ ഏതെങ്കിലും മതത്തിൽ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ തികഞ്ഞ മതേതരതയിലേക്ക്, മതാത്മകതയിൽ നിന്ന് മതേതര ഭാവം മാത്രമാക്കുന്നതിലേക്ക് നയിക്കാൻ ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ, അതിലേക്കൊന്നും ഇപ്പൊ ഈ സമയത്ത് ഞാൻ എന്റെ സംസാരം പോകുന്നില്ല. അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, വേറെ ചിന്തിക്കേണ്ടതുമാണ്. മറിച്ച് ഇന്ത്യയിൽ എന്നുള്ളതല്ല, ലോകത്ത് ഏത് മുക്കുമൂലയിലാണെങ്കിലും നിലവിളക്ക് കൊളുത്തിക്കാണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഈ പരിപാടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ
അന്യമതസ്ഥരുടെ ഇത്തരം കാര്യങ്ങൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണില്ല സുഹൃത്തുക്കളെ, കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാതെ ഇങ്ങനെ ഉണ്ടാതിരിക്കുകയാണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അന്യമതസ്ഥരുടെ ഇത്തരം കാര്യങ്ങൾ രണ്ടായിട്ട് നമുക്ക് കാണാം. ഒന്ന്, അന്യമതസ്ഥരുടെ മാത്രം ചിഹ്നമായ, അന്യമതസ്ഥരുടെ മതപരമായ അവരെ വേർതിരിക്കുന്ന ചിഹ്നങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ക്രൈസ്തവർക്ക്, ചില അവരുടെ പാതിരിമാർക്ക് ചില തൊപ്പികളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില ലോഹകളുണ്ട്. അതുപോലെ ഹിന്ദു ആചാര്യന്മാർക്ക് ചില വേഷങ്ങളുണ്ട്. അയ്യപ്പ ഭക്തന്മാർക്ക് ചില വേഷങ്ങളുണ്ട്. അത് അവരുടെ മാത്രം വേഷമാണെന്ന് മാത്രമല്ല, അത് ധരിച്ചാൽ ജനദൃഷ്ടിയിൽ അവൻ ആ മതസ്ഥനായിട്ട് വിലയിരുത്തപ്പെടും. അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാണ് നിങ്ങൾക്ക്? സിയ്യുൽ കുഫാർ അൽ മുഖ്തസ്സ ബിഹി, കാഫിരീങ്ങൾക്ക് മാത്രം സവിശേഷമായ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, ആരാധനാമുറകൾ, അത്തരം കാര്യങ്ങൾ അത് ഒരാൾ നിർവഹിക്കുകയോ അതൊരാൾ അനുഷ്ഠിക്കുകയോ അതൊരാൾ ധരിക്കുകയോ ചെയ്താൽ ജനദൃഷ്ടിയിൽ അയാൾ കാഫിറായിട്ട്, അയാൾ ആ വിഭാഗമായിട്ട് ജനം പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കുക. ഒരാളിപ്പോ ഒരു അയ്യപ്പ ഭക്തന്റെ വേഷം, ഒരു രുദ്രാക്ഷമാല കഴുത്തിൽ ധരിച്ച്, ഒരു കറുത്ത കുപ്പായം, കറുത്ത കുപ്പായല്ല, ഒരു കറുത്ത തുണി, പിന്നെ ഒരു കറുത്ത ഷാള് ഇങ്ങനെ തോളില് ചുറ്റിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ മനസ്സിലാകുക? അതിനർത്ഥം കറുത്ത തുണി ഹറാമാണെന്നല്ല, ആ വേഷത്ത് അത് ഒരു കേവലം ഒരു കറുത്ത തുണി ആയതുകൊണ്ടല്ല പ്രശ്നം. ആ കറുത്ത തുണി ഇങ്ങനെ ധരിച്ച്, ഇങ്ങനെ ഷോള് ധരിച്ച്, ഒരു രുദ്രാക്ഷമാരൊക്കെ ഇങ്ങനെ ധരിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥ, പൊട്ട് വേറെ. അപ്പൊ അതുപോലെ തന്നെയാണ് പൊട്ട്. പൊട്ട് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടേതായ ഒരു പൊട്ടുണ്ട്. അവർ ധരിക്കുന്ന ഒരു പല രൂപത്തിൽ, ഇപ്പൊ വെള്ളാപ്പള്ളിന്റെ പൊട്ട് കണ്ടില്ലേ, കുറച്ച് നീണ്ടിട്ടായിരിക്കും. ശശികലയുടെ പൊട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു ചെറിയ പൊട്ട്, ഇങ്ങനെ പല സൈസ് പൊട്ടുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പൊട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോ ഒരു ഹിന്ദു ആണെന്ന് ആൾക്കാർ മനസ്സിലാക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ഭദ്രദീപം കൊളുത്തുക, എങ്ങനെ വെറും നിലത്ത് വെക്കുന്ന വിളക്ക് എങ്ങനെ കത്തിക്കുക എന്നുള്ളതല്ല, അത് ഹിന്ദുക്കളുടേതായ രീതിയിൽ കത്തിക്കുക എന്നുള്ളത്. നിലവിളക്ക് എന്നുള്ളതല്ല, ഹിന്ദുക്കളുടേതായ രീതിയിൽ കത്തിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് ദീപം 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലും പ്രത്യേക ഭാവത്തിലും പ്രത്യേക ശൈലിയിലും ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് പൂമുഖത്ത് അല്ലെങ്കിൽ കൊലായിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അത് അവരുടെ മാത്രം ഒരു ചിഹ്നമാണ്. അല്ലെങ്കിൽ ഉദ്ഘാടന വേദിയിൽ ഇങ്ങനെ ഇടത്തെ കൈ അങ്ങനെ ആക്കിയിട്ട് വലത്തെ, ഞാനതുവരെ ഇത് കണ്ടിട്ടില്ല ഇല്ലെങ്കിലും നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പ്രത്യേക രൂപത്തിൽ വലത്തെ കൈയിൽ നിന്ന് ഇടത്തെ കൈ വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പ്രത്യേക ഭാവത്തിലും പ്രത്യേക ശ്ലോകത്തിലൊക്കെ ഇങ്ങനെ അത് നിർവഹിക്കാം. ഇത് ഹിന്ദുക്കളുടെ മാത്രം ചിഹ്നമാണ്. ആ ചിഹ്നം ഒരു മുസ്ലിം പ്രവർത്തിക്കുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ ആഭിമുഖ്യം പുലർത്തുക എന്നുള്ളത്. ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആഘോഷങ്ങളിൽ അവർ പപ്പടം ചുടും. പപ്പടം ചുടുക എന്നുള്ളത് ഒരു ആരാധനയൊന്നുമല്ല, അതിലിപ്പോ ഒരു ബിംബാരാധനയോ ശിർക്കോ ഒന്നും വരുന്നില്ല. കേവലം അവരുടെ ആഘോഷമാണ്, അവിശ്വാസികളുടെ ആഘോഷം. അതിൽ പപ്പടം ചുടലുണ്ടാവും, അതുപോലെ തന്നെ പഴം തിന്നലുണ്ടാവും, അതുപോലെയുള്ള പായസം ഉണ്ടാക്കലുണ്ടാവും, പിന്നെന്തൊക്കെയാണുള്ളത്, പാലട ഉണ്ടാക്കുന്നുണ്ടാവും, പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടാവും, പല രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പല സൈസ് കളികള്, ഇങ്ങനെയൊക്കെ പലതും ചെയ്യും. ഇതിനോട് നമ്മൾ ആഭിമുഖ്യം പുലർത്തുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അവിശ്വാസികൾ, ഹിന്ദുക്കൾ എന്നുള്ളൊരു ഉദാഹരണമാണ് ക്രൈസ്തവരും ജൂതന്മാരും, അവരൊക്കെ അതിൽപ്പെട്ട തന്നെ. ഇങ്ങനെ അന്യമതസ്ഥന്മാര് ആ മതവിഭാഗത്തിനു മാത്രമായ വേഷവിധാനങ്ങൾ, അവരുടേതു മാത്രമായ ആചാരങ്ങൾ, അവരുടേതു മാത്രമാണ്. അപ്പൊ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതല്ല അവരുടെ ആചാരം, നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതല്ല അവരുടെ ആചാരം.
മറിച്ച് അത് അതിൻ്റെതായ സങ്കല്പത്തിലും അതിൻ്റെതായ രീതിയിലും അതിൻ്റെതായ ഭാവത്തിലും അതിൻ്റെതായ ശൈലിയിലും കൊളുത്തുക എന്നുള്ളത്. ഏത് ഹിന്ദുക്കളോട് ചോദിച്ചാലും നിലവിളക്ക് കൊളുത്തുകൊണ്ട് നിങ്ങൾ ആചാരമാകുമെന്ന് ചോദിച്ചാൽ അത് ആചാരമല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ എന്റെ റൂമിൽ, ഞാനിപ്പോ ഒരു ചെറിയ റൂമിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ നിലത്ത് വെക്കുന്നൊരു വിളക്ക്, അതിലൊരു തട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു തിരി കത്തിച്ചാൽ ഹിന്ദുക്കൾ ആചാരം ചെയ്തു എന്ന് പറയോ? അതൊരു ഹിന്ദുവും പറയില്ല, ഒരു ക്രൈസ്തവരും പറയില്ല, ഒരു ഹൈന്ദവരും പറയില്ല. മറിച്ച് അതിന് അതിൻ്റെതായ നിയമങ്ങളും അതിൻ്റെതായ സങ്കല്പങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് നിർവഹിക്കുമ്പോൾ മാത്രമാണ് അതിനതിൻ്റെതായ ആചാരം എന്ന് പറയാം. ആ രൂപത്തിൽ നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? അതിന്റെ വിധി മഹാനായ ഷാഫി മദ്ഹബിലെ പ്രമുഖമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ വിധി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഉലമാക്കൾ പറഞ്ഞതിന്റെ ആകെ ഹാസിൽ പറയാണ്, ഹാസിലുമാ ദക്കറഹുൽ ഉലമാഉ ഫി തസയ്യി ബിസിയ്യിൽ കുഫാർ. കാഫിരീങ്ങളുടെ വേഷവിധാനം കൊണ്ട്, കാഫിരീങ്ങളുടെ വേഷവിധാനം മുസ്ലിമീങ്ങൾ ധരിക്കുന്നതിൽ ഉലമാക്കൾ പറഞ്ഞതിന്റെ ആകെ തുക പറയാം. അന്നഹു ഇമ്മാ അൻ യതസയ്യാ ബിസിയ്യിഹിം മൈലൻ ഇലാ ദീനിഹിം വഖാസിദൻ അത്തശബ്ബുഹ ബിഹിം ഫീ ശആഇരിൽ കുഫ്രി. ഒരിക്കലും ഈ പറഞ്ഞ ആള്, ഈ മുസ്ലിമായ മനുഷ്യൻ, ഇയാൾ മുസ്ലിമാണ്, ഇയാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, മലായികത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാ വിശ്വാസ കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്, ഒരു വിശ്വാസ കാര്യത്തെയും അയാൾ നിഷേധിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാമിന്റെ അഖീദകൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്താൽ, ഇമ്മാ അൻ യതസയ്യാ ബിസിയ്യിഹിം മൈലൻ ഇലാ ദീനിഹിം വഖാസിദൻ അത്തശബ്ബുഹ ബിഹിം ഫീ ശആഇരിൽ കുഫ്രി. കുഫറിന്റെ ചിഹ്നങ്ങൾ, അങ്ങനെയാണ്, കുഫറിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാവുക എന്നാണ്. ഒന്ന്, അവരുടെ മതത്തോട് ഇയാൾക്കൊരു മാനസികമായ ഒരു നല്ല മതാണത് എന്നുള്ളൊരു തോന്നല്. അതുപോലെ തന്നെ ആ കുഫറിന്റെ ചിഹ്നങ്ങളിൽ, കുഫറിനെ വിളംബരപ്പെടുത്തുന്ന ചിഹ്നങ്ങളിൽ അവരോട് ആഭിമുഖ്യം പുലർത്തുക, തുല്യത പുലർത്തുക എന്നാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ ഒന്നുകിൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉദ്ദേശമല്ല, അയാളെ മനസ്സിലൊന്നുമില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നത്, അയാളെ പ്രവർത്തനം എന്താണ്, ഔ യംശി മഅഹും ഇലാ മുതഅബ്ബദാതിഹിം, അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിലേക്ക്, അവർ ആരാധന നിർവഹിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അയാൾ നടന്നു പോകുന്നുണ്ട്. അഥവാ ക്രൈസ്തവരുടെ ചർച്ചകളിലേക്ക് ഈ വേഷം ധരിച്ചുകൊണ്ട്, അവരുടെ പ്രത്യേകമായ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളിലേക്ക് ഇയാൾ നടന്നു പോകുകയാണ്. ഇയാൾ മനസ്സിലൊന്നുമില്ല, പക്ഷെ ആരാധനാലയത്തിലേക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തുന്ന അതേ ഭാവങ്ങളും അതേ ശ്ലോകങ്ങളും അതേ ചെയ്തികളും അതേ ശൈലി, അവരെ കൊണ്ട് മാത്രം മുഖ്തസായ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തും ചെയ്യുക. എന്നിട്ട് ആ ആരാധനാമൂർത്തിയെ അവരോടൊപ്പം സമീപിക്കുകയും ചെയ്യുക. അബ്ബദാത്ത് എന്ന് പറഞ്ഞാല് ഈ നിലവിളക്കൊരു ആരാധനാമൂർത്തിയായിട്ടാണ് ഉദ്ഘാടന വേദികളിൽ നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് അവർ നടത്തുന്നത്. അപ്പൊ നമ്മളും അതേപോലെ അവരുടെ അതേ ശൈലി, അവരുടെ അതേ മുണ്ടെടുത്തിട്ട്, അവരുടെ അതേ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട്, അവരുടെ അതേ ഭാവങ്ങളൊക്കെ കാട്ടിയിട്ട് ആ ആരാധിക്കപ്പെടുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ അവരോടൊപ്പം നടന്നു പോവുകയാണെങ്കിലോ, മനസ്സിലൊന്നുമില്ലേ, പ്രവർത്തനത്തിൽ മാത്രമാണ് ആഭിമുഖ്യം. അതോടൊപ്പം തന്നെ ആരാധന നിർവഹിക്കപ്പെടുന്ന ആ സ്ഥലത്തേക്ക് അവരോടൊപ്പം നമ്മളും പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, ശരിക്കും ശ്രദ്ധിക്കണം പറയുന്നത്. ഹിന്ദുക്കളൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ല ഒരു സ്ഥലത്ത് നമ്മളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യല്ല, മറിച്ച് അവരോടൊപ്പം അങ്ങോട്ട് നടന്നു പോയിട്ട് അവർ കാട്ടിക്കൂട്ടുന്നത് പോലെയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുകയാണ്. അവർ കാട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് മാത്രം പ്രത്യേകമായ അവരുടെ അവരെ ആ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ അയാൾ മുസ്ലിമല്ല, അയാൾ കാഫിറാണെന്ന് തോന്നിപ്പോവും. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് അയാൾ ചെയ്യും ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ ആരാധനാ സ്ഥലത്തേക്ക് അവരോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുക. എന്നാൽ ഫയകുഫുറു ബിദാലിക ഫീഹിമ, ഈ രണ്ട് രൂപത്തിലും ആള് കാഫിറാകുന്ന, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഈ ഗവൺമെന്റ് തലത്തിലൊക്കെയുള്ള ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞാല് സംഗതി അമുസ്ലിമീങ്ങളായിരിക്കും അത് ചെയ്യുക. അതിന് ആരാധനാഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അവര് കാട്ടിക്കൂട്ടും പോലെയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടും, അതോടൊപ്പം തന്നെ അങ്ങോട്ട് നടക്കും ചെയ്യാം, അവരുടെ കൂട്ടത്തിൽ പങ്കുചേരും ചെയ്യാം. എന്നാൽ
മനസ്സിലൊരു ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ ആള് കാഫിറാകുന്ന. ചില ആൾക്കാർ പറയുന്നത് മനസ്സിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ കാഫിറൊന്നും ആവില്ല, കറാത്തൊന്നുമില്ല, അത് ബിസ്മിയാണ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഉഷാറായി എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അത് ശരിയല്ല. ഈ രണ്ടാലൊരു രൂപം ഉണ്ടെങ്കിൽ തന്നെ കാഫിറാവും. മനസ്സിൽ ഉദ്ദേശം കുഫറിന്റെ അടയാളങ്ങളിൽ ആഭിമുഖ്യം പുലർത്തുക എന്ന മാനസികമായി ഉദ്ദേശമുണ്ടെങ്കിലും കാഫിറാകും. ഇനി മാനസികമായി അങ്ങനെ ഉദ്ദേശമില്ല, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്തു, അതോടൊപ്പം അവരുടെ കൂട്ടത്തിൽ ആ ആരാധനാ കേന്ദ്രത്തിലേക്ക് ചെല്ലുകയും ചെയ്താൽ മനസ്സിൽ തശബ്ബുഹിന്റെ ഉദ്ദേശമില്ലെങ്കിലും കാഫിറാകും. മനസ്സിലായില്ലേ? അതിൽ ഒരു രൂപത്തിൽ മാത്രം കാഫിറാകും എന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണ്. ഒരു രൂപത്തിൽ മാത്രമല്ല, ഈ രണ്ട് രൂപത്തിലും കാഫിറാകും. ഇനി ഇമ്മ അല്ല യുക്സദ കദാലിക, അങ്ങനെ ഒരു ഉദ്ദേശം കുഫറിന്റെ ഷിആറിൽ, കുഫർ എന്ന് പറഞ്ഞാല് സത്യനിഷേധം, ദൈവനിഷേധം, അള്ളാഹുവിന്റെ ദീനിനെ തള്ളിപ്പറയാന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിനെതിരായ ദീന്, അള്ളാഹുവിന്റെ ദീനിനെതിരായ ഒരു ദീന്, ആ ദീനിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാവുക എന്ന ഉദ്ദേശമില്ല. പിന്നെന്താണ്? അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ, അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ തശബ്ബുഹാവുക എന്നാണ് ഉദ്ദേശമെങ്കിൽ, ബൽ യഖ്സിദു തശബ്ബുഹ ബിഹിം ഫീ ശആഇരിൽ ഈദ്, ഇങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടത്തി അവരുടെ കുഫറിൽ യോജിക്കാമെന്നെങ്കിലും അവരുടെ ആഘോഷങ്ങളാണെങ്കിൽ ആഘോഷങ്ങളുടെ ചിഹ്നങ്ങളിൽ, ആഘോഷങ്ങളിലുള്ള വേഷങ്ങൾ ഉണ്ടാവുമല്ലോ, ആഘോഷങ്ങളിൽ അവരെ കൊണ്ട് മാത്രം മുഖ്തസായ വേഷങ്ങൾ ഉണ്ടാവും, അത്തരം ചിഹ്നങ്ങളിൽ അവരോട് സാദൃശ്യമാവുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ഒന്നുകിൽ, അല്ലെങ്കിൽ അത് തവസ്സുല ഇലാ മുആമലത്തിൻ ജായിസത്തിൻ മഅഹും, അല്ലെങ്കിൽ അവരോടൊപ്പം അവരിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപകാരങ്ങൾ, അതൊക്കെ നേടിയെടുക്കുക. അവരുടെ വേഷം ധരിച്ചു കണ്ട് അവരുടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും, ഒരുപാട് സ്ഥാനക്കയറ്റങ്ങൾ കിട്ടും, ഒരുപാട് വോട്ടുകൾ കിട്ടും എന്നൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഫയഉസമു, അത് ഹറാമാണ് എന്നാണ് ശരിക്കും മനസ്സിലാക്കണം. കുഫറിൽ യോജിക്കുക എന്ന ഉദ്ദേശമില്ലെങ്കിലും, കുഫറിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാവുക എന്ന ഉദ്ദേശമില്ലെങ്കിലും, അവരുടെ ആഘോഷത്തിന്റെ ചിഹ്നങ്ങളിൽ, ആഘോഷം എന്ന് പറയുന്നത് പിന്നെ ഒരു സന്തോഷ പ്രകടനമാണ്, അതിൽ സാദൃശ്യമാവുക എന്നാണ് ഉദ്ദേശം, എന്നാലും ഹറാമാണ്, വൻദോഷമാണ്. അതല്ലെങ്കിൽ അവരിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങൾ പറ്റുക എന്നുള്ള ഉദ്ദേശ്യമാണ്. അതിൽപ്പെട്ടതാണ് വോട്ട് കിട്ടുക എന്നൊക്കെ അതിൽപ്പെട്ടതായിരിക്കും. അവരുടെ വോട്ടൊക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ അവരുടെ ബഹുമാനം നമുക്ക് കിട്ടും എന്നൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഫയഉസമൂന, അത് ഹറാമാണ്, കുറ്റകൃത്യമാണ്. ഇനിയിപ്പോ അങ്ങനെയൊന്നുമല്ല, നമ്മളിപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാല്, നമ്മള് ഒരു തുണിയെടുത്തു, പിന്നെ ഒരു ഷാളും ധരിച്ചു, നോക്കുമ്പോ അത് നമ്മൾ അവിചാരിതമായി സംഭവിച്ചതാണ്, യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അപ്പൊ നോക്കുമ്പോ അത് കറുത്ത തുണി, കറുത്ത ഷാളുമാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്മാ അൻ യത്തഫിഖ ലഹു മിൻ ഗൈരി ഖസ്ദിൻ, പ്രത്യേക ഉദ്ദേശമൊന്നും കൂടാതെ അത് അവിചാരിതമായി വന്നതാണെങ്കിൽ അത് ഹറാമില്ല, ഫയുക്റഹു, എങ്കിലും അത് കറാഹത്താണ്, പാടില്ലാത്തതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത തെറ്റ് എന്നാണ് കറാഹത്തിന്റെ അർത്ഥം. കുറ്റമില്ലാത്ത തെറ്റ് എന്നാണ് കറാഹത്ത്. സംഗതി തെറ്റന്നെയാണ്, സംഗതി തെറ്റന്നെയാണ്, പക്ഷെ അത് കുറ്റമില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇങ്ങനെ അവരെ കൊണ്ട് മുഖ്തസായ എന്ന് വെച്ചാൽ അവിശ്വാസികളെ കൊണ്ട് പ്രത്യേകമായി ഒരു അവിശ്വാസിയുടെ ചിഹ്നമായിട്ട് വേർതിരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്നാമതൊരു വിധിയാണ് അതിനുള്ളത്. കുഫറിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാവുക എന്നതോ അതല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് അവരോടൊപ്പം പങ്കെടുക്കുക എന്നുള്ളതോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുഫറാണ്, അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകും. അങ്ങനല്ലാതെ അവരുടെ ആഘോഷത്തിന്റെ ചിഹ്നത്തിൽ, അല്ലെ, ഇപ്പൊ നിലവിളക്ക് കത്തിക്കുന്നതിന് തന്നെ രണ്ട് രൂപ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അതൊരു ആഘോഷത്തിന്റെ ചിഹ്നമായിട്ടും കാണാം, ഒന്ന് ആരാധനയുടെ ചിഹ്നമായിട്ടും കാണാം. ആരാധനയുടെ ചിഹ്നത്തോട് സാദൃശ്യമാവുക എന്നതാണെങ്കിൽ കുഫ്റാവും. അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക് അതിങ്ങനെ നിർവഹിച്ചുകൊണ്ട് ആരാധനാ കേന്ദ്രത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും അവരോടൊപ്പം പങ്കെടുത്തുകൊണ്ട് ചെല്ലുകയാണെങ്കിലും കാഫിറാവും.
അങ്ങനല്ലാതെ ആഘോഷത്തിന്റെ ചിഹ്നം, നിലവിളക്ക് ആഘോഷവേളകളിലാണല്ലോ അതുണ്ടാവുന്നത്. ആഘോഷവേളകളിലുള്ള ആരാധനയാണ് ഇവരുടെ ഈ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ആഘോഷത്തിന്റെ ചിഹ്നം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഫയവ്സമു, അത് ഹറാമാണ്, കുറ്റകൃത്യമാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഫയുക്റഹൂന, അത് പാടില്ലാത്തതാണ്, തെറ്റല്ല. ഫയുക്റഹു, അത് കറാഹത്താണ്, അവിചാരിതമായി വരുന്നതാണെങ്കിൽ. ഇപ്പൊ എന്താ വെച്ചാൽ അവരുടെ ആഘോഷത്തിൽ കത്തിക്കപ്പെടുന്ന നിലവിളക്കിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല. മറിച്ച് നമ്മളൊരു പരിപാടി നടത്താൻ വേണ്ടി വിളക്ക് കത്തിച്ചാൽ തീ കത്തിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പിന്തുണല്ലാത്ത കാര്യമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. തീ കത്തിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം, തീ കത്തിച്ചുകൊണ്ടുള്ള തഫാവുല്, തീ കത്തിച്ചുകൊണ്ടുള്ള ശുഭലക്ഷണം, തീ കത്തിച്ചുകൊണ്ടുള്ള പ്രതീകാത്മകത, അതൊക്കെ എന്ന് പറയുന്നത് എന്തല്ല, അത് തീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന്റെ സംസ്കാരമല്ല. അതോടൊപ്പം തന്നെ ഇവരുടെ മാത്രം പ്രത്യേകമായ ആരാധനാശൈലി, അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെയുള്ള ഈ പ്രത്യേക രൂപത്തിലുള്ള നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത്. ആ പ്രത്യേക രൂപത്തിലുള്ള നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നമ്മളെ ഒരു ചടങ്ങിൽ അവിചാരിതമായി അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ, പക്ഷെ എങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്, പാടില്ലാത്തതാണ്, കറാഹത്താണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മള് ഈ തീ കത്തിക്കുന്നത് ഒരു ഭൗതികമായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലോ, ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വെളിച്ചം നൽകാൻ വേണ്ടിയാണ്. തീയിങ്ങനെ ആളി കത്തിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, മറിച്ച് അവിടെ വെളിച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഉദ്ദേശമെങ്കിലോ, എന്നാൽ പിന്നെ അതോടൊപ്പം തന്നെ അതിനെ അവരുടെ മതാചാരമായിട്ട് ജനദൃഷ്ടിയിൽ അത് കാണുകയുമില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കുടിയിലൊരു നിലവിളക്കുണ്ട്, നമ്മളെ തീപ്പെട്ടിക്കൊള്ളി കൊളുത്തിക്കാണ്ടാണ് കത്തിച്ചത്. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അവിടെ വെളിച്ചമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ വെളിച്ചമുണ്ടാകുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ മതാചാരമല്ല ഇത്, മറിച്ച് ഇത് അതിന് തീർത്തും വിരുദ്ധമായ ഒരു പ്രവർത്തനം മാത്രമാണ് എന്ന് വിരുദ്ധത പ്രകടമാക്കുകയാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, വിരുദ്ധത മുഖാലഫത്ത് നിർവഹിക്കുകയാണെങ്കിൽ, എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ഹിന്ദുക്കളെ കൊണ്ട് അല്ലെങ്കിൽ അവിശ്വാസികളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു ആചാരം എന്നതിനെപ്പറ്റി പറയില്ല. തീപ്പെട്ടി കൊളുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ ആചാരമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള മുഖാലഫത്ത് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് അവരുടെ മതാചാരം എന്ന് പറയൂല. അപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല, അത് മുബാഹാണെന്നാണ് വരിക. അതാണ് നമ്മുടെ മക്ബറകളിലൊക്കെ സ്ഥാപിക്കപ്പെടുന്ന നിലവിളക്കുകള്, വീടുകളിലൊക്കെ പഴയ കാലത്ത് കത്തിച്ചിരുന്ന നിലവിളക്കുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈന്ദവ ആചാരമല്ല. അത് ഹൈന്ദവ ആചാരമായിട്ട് ഹൈന്ദവർക്കും അഭിപ്രായമില്ല, മുസ്ലിമുകൾക്കും അഭിപ്രായമില്ല. മനസ്സിലാവും? നിലവിളക്കിനല്ല നമ്മൾ എതിർക്കുന്നത്, നിലവിളക്കിനോട് ഒരു വിയോജിപ്പുമില്ല. നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വെളിച്ചം പരക്കുന്നതിനോടും ഒരു വിയോജിപ്പുമില്ല. മറിച്ച് വെളിച്ചമുണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലാതെ ഹൈന്ദവരുടെ ഒരു ആചാരം ആ നിർവഹണം നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ മസലകളെല്ലാം വരിക. ബിറിയയിൽ ഈ പറഞ്ഞ മസലയൊക്കെ അവിടെയാണ് വരിക. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസൂമു യൗമ സബ്ത് ഇല്ലാ ഫീമഫ്തറള അലൈക്കും. അല്ലേ? ശനിയാഴ്ച ദിവസം നിങ്ങൾ നോൽബ് നോൽക്കരുത്. ശനിയാഴ്ച ദിവസം ഫർദ് നോമ്പല്ലാത്ത നോൽബുകൾ നോൽക്കരുത്. എല്ലാ ദിവസവും സുന്നത്ത് നോൽബ് നോൽക്കരുത്, സുന്നത്താണ്. ശനിയാഴ്ച ദിവസം നോൽക്കരുത്. ഈ ശനിയാഴ്ച ദിവസം നോൽക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ശനിയാഴ്ച ദിവസം എന്നുള്ളത് ജൂതന്മാർ ആദരിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം നിങ്ങൾ നോൽബ് നോൽക്കരുത് എന്നാണ്. കാരണം ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ക്രൈസ്തവർ ആദരിക്കുന്ന ദിവസമാണ്. അപ്പോ ശനിയാഴ്ച മാത്രം സുന്നത്ത് നോമ്പ് നോൽക്കുക, ഞായറാഴ്ച മാത്രം സുന്നത്ത് നോമ്പ് നോൽക്കുക എന്നുള്ളത് കറാഹത്താണ്, പാടില്ലാത്തതാണ്. അത് ഹറാമാണെന്ന് പറയുന്നില്ല. കാരണം നോമ്പ് എന്നുള്ളത് അവരുടെ മാത്രം പ്രത്യേകത അല്ലല്ലോ. നോമ്പ് എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത ഒന്നല്ലല്ലോ.
അതുകൊണ്ട് അത് ഹറാമില്ല, പക്ഷെ അത് കറാഹത്താണ്. ഇനി ശനിയും ഞായറും കൂടി നോമ്പ് പറ്റാലോ, എന്നാൽ അത് ജൂതന്മാരോടും എതിരാവലാണ്, ക്രൈസ്തവരോടും എതിരാവലാണ്. അതുകൊണ്ട് അവിടെ കറാഹത്തില്ല. അപ്പൊ അവരുടെ ആചാരമല്ല, അല്ലെങ്കിൽ അവര് ബഹുമാനിക്കുന്ന ദിവസം എന്ന ഒരു രൂപം നമ്മുടെ പ്രവർത്തനത്തിൽ അവിടെ കാണുന്നില്ല എങ്കിൽ, അവിടെ നമ്മുടെ മനസ്സിലെന്ത് കരുതുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത് ഇന്നമാലി കുല്ലിന്റെ മാനവ, അമലുകളെല്ലാം നിയ്യത്തുകളെ കൊണ്ടാണ്. മനുഷ്യർ അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതാണ് അവനുള്ളത്. അപ്പൊ നിയ്യത്തിനനുസരിച്ചാണ് ഇതൊക്കെ എന്നുള്ള ചില വിശദീകരണങ്ങളുണ്ട്. അത് തെറ്റാണ്. അപ്പൊ ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കൽ ഹറാമാണ്. നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്ത വിഷയം. ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കൽ ഹറാമാണ്. സ്ത്രീയുടെ വേഷം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായ വേഷം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാരി പുരുഷൻ ധരിക്കുക, നമ്മുടെ നാട്ടിലുള്ള മാക്സി പുരുഷൻ ധരിച്ച് നടക്കുക, അത് പുരുഷന്മാർക്ക് ഹറാമാണ്. അവിടെ മനസ്സിലൊന്നും കരുതിയിട്ടില്ലെങ്കിൽ ഹറാമില്ല എന്ന് പറയാൻ പറ്റുമോ? മനസ്സിൽ നിയ്യത്തില്ലെങ്കിൽ ഹറാമില്ല എന്ന് എന്താണ് അങ്ങനെ പറയുന്നത്? മനസ്സിൽ നിയ്യത്തില്ലെങ്കിൽ ഹറാമില്ല, മനസ്സിൽ നിയ്യത്തില്ലെങ്കിൽ ഹറാമില്ല എന്ന്. അത് ശരിയല്ല. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളെല്ലാം നിയ്യത്തുകളെ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുക. അത് ശരിയാണ്. ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ നിയ്യത്ത് വെച്ചതേ കിട്ടുള്ളൂ. അതും ശരിയാണ്. അതിനർത്ഥം ഓരോ മനുഷ്യനും നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ഒന്നും അതിന്റെ പേരിൽ വരാനില്ല എന്നർത്ഥം വെക്കാൻ പാടില്ല. നിയ്യത്ത് എന്താണോ മനുഷ്യനുള്ളത് എങ്കിൽ അതേ അവനക്ക് കിട്ടുള്ളൂ. പക്ഷെ നിയ്യത്തില്ല എങ്കിൽ അയാൾക്ക് ഒന്നും വരാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അത് ശരിക്കും മനസ്സിലാക്കണം. ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും ഉണ്ടാവുക അവൻ എന്താണോ നിയ്യത്ത് വെക്കുന്നത് അല്ലേ, അതാണ് ഉണ്ടാവുക. ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവും. ഒരാൾ ഹിജ്റ പോകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണോ, എന്നാൽ അയാൾക്ക് സ്വർഗം കിട്ടും. ഒരാൾ ഹിജ്റ പോകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണെട്ടാനാണോ, എന്നാൽ പെണ്ണിട്ടും. പക്ഷെ ആ ഹിജ്റ പോകുന്നത് കൊണ്ട് അയാൾ ഒന്നും ഉദ്ദേശിച്ചില്ല, എന്നാൽ അയാൾക്കൊരു കുഴപ്പമില്ല എന്നാ ഇതിനർത്ഥം. എന്താണോ ഉദ്ദേശിച്ചത് അയാൾക്ക് കിട്ടും. പക്ഷെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ആ ഹദീസ് വെച്ച് കാണാൻ ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ഇജ്തിഹാദിന്റെ ശൈലിയിൽ സംസാരിക്കുക. ഹദീസുമായിട്ട് മാത്രം ഉദ്ധരിക്കുക. ഫിഖ്ഹിന്റെ ഇബാറത്തുകളോ ഫുഖഹാക്കൾ എന്ത് പറഞ്ഞോ ഇമാമിങ്ങൾ എന്ത് ചർച്ച ചെയ്തോ ഇതൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ അല്ലാഹു നൂറു സമാവാതി വൽ അർദി മസലു നൂരിഹി കമിസ്കാത്ത്, അവിടെ അല്ലാഹു നൂറു സമാവാത്ത് എന്നല്ലേ പറഞ്ഞത്, ആകാശഭൂമികളുടെ പ്രകാശം ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പ്രകാശത്തിന് എന്താ കുഴപ്പം? ഇങ്ങനെ ആയത്തും ഹദീസും വെച്ചുകാണ്ട് മസല പറയാം. എന്നിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളെല്ലാം നിയ്യത്തുകളെ കൊണ്ടാണ് സ്വീകരിക്കപ്പെടുക. ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതാണ് അവർക്ക് ലഭിക്കുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, വല്ലവന്റെയും പലായനം അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ പലായനം അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. വല്ലവന്റെയും പലായനം ദുനിയാവ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അതായിരിക്കും അവനക്ക് കിട്ടുക. അപ്പൊ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഫലം ഉണ്ടാകുക. ഇനി മനസ്സിലൊന്നും കരുതിയിട്ടില്ലെങ്കിലോ, എന്നാൽ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് അതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ 2 ദിവസം കൂടി ശനിയും ഞായറും കൂടി നോമ്പ് നോറ്റിക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല, മുസ്ലിമീങ്ങളോട് കാഫിർ. അവിടെ വിയോജിപ്പാണ് വരുന്നത്, യോജിപ്പല്ല വരുന്നത്, വിയോജിപ്പാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മസലകളുണ്ട്. അതേസമയത്ത് ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നതിൽ യോജിപ്പാണ് വരുന്നത്, ഞായറാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നതിൽ യോജിപ്പാണ് വരുന്നത്. ഇനി ശനിയാഴ്ച മാത്രം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ അവധി പ്രഖ്യാപിക്കുക, അതുപോലെ ഞായറാഴ്ച മാത്രം അവധി പ്രഖ്യാപിക്കുക, അതും ശരിയല്ല. അത് ശരിയല്ല. ചില ആൾക്കാർ നമ്മൾ ഞായറാഴ്ച നമ്മൾ അവധി പ്രഖ്യാപിക്കണില്ലേ, അതിന് നമ്മൾ പിന്നെ ഹൈന്ദവരോട് അല്ലെങ്കിൽ ക്രൈസ്തവരോട് ആഭിമുഖ്യം പുലർത്തുക എന്ന് നമ്മൾ മനസ്സുകൊണ്ട് കരുതുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞെന്താ, തഖ്സീസുഹു ബിൽ ഇംസാക്, ശനിയാഴ്ച അവധി പ്രഖ്യാപിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ഏർപ്പാടാണ്.
وتخصيص هذه الأيام بالإمساك عن الأشغال من عوائد الكفرتين. ഈ ദിവസങ്ങളൊക്കെ അവധി പ്രഖ്യാപിക്കുക, ഈ ശനി ഞായർ എന്നീ ദിവസങ്ങളൊക്കെ അവധി പ്രഖ്യാപിക്കുക കാഫിര്യങ്ങളുടെ ശീലമാണത്, പതിവാണ്. ഫയുക്റഹു തശബ്ബുഹു ബിഹിം, അവരോട് സാദൃശ്യത പുലർത്തൽ കറാഹത്താണ്. നോമ്പ് നോറ്റുകൊണ്ട് സാദൃശ്യത പുലർത്തൽ കറാഹത്താണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സാദൃശ്യത പുലർത്താൻ പറ്റില്ല. അത് മനസ്സുകൊണ്ട് കരുതിയല്ലേ എന്നുള്ളതല്ല കേട്ടോ, മനസ്സുകൊണ്ട് കരുതിയില്ല. അതേസമയത്ത് ശനിയും ഞായറും കൂടി 2 ദിവസം കൂടി അവധി പ്രഖ്യാപിച്ചാലോ അതിന് കുഴപ്പമില്ല. 2 ദിവസം കൂടി അവധി പ്രഖ്യാപിച്ചാൽ അതിന് വിരോധമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മതസ്ഥാപനങ്ങളൊന്നും തന്നെ ശനിയാഴ്ച മാത്രമായിട്ടോ ഞായറാഴ്ച മാത്രമായിട്ടോ അവധി പ്രഖ്യാപിക്കുന്നില്ല. പിന്നെ ഗവൺമെന്റ്, നമ്മുടെ ഭരണകൂടം രാജ്യത്തിന്റെ നിയമത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ, ഇവിടുത്തെ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ചില നീക്കുപോക്കുകൾ ആവശ്യമായി വരുന്നത് മറ്റൊരു വിഷയമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സർക്കാരുകളുടെ നിയമമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതൊരിക്കലും തന്നെ ഇതിനോട് കൂട്ടിക്കുഴക്കാൻ പറ്റൂല. അന്യമതസ്ഥരുടെ മതാചാരങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന മസ്അല പറയുന്ന കൂട്ടത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന മസ്അല ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റൂല. ദേശീയ പതാകയിൽ അശോക ചക്രമുണ്ട്. അശോക ചക്രം എന്ന് പറയുന്നത് ബുദ്ധമതങ്ങളുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അശോക ചക്രവർത്തി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ചരിത്രം അത് എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കേണ്ട വിഷയം. ഇനി അത് ശരിയാണെന്ന് വെച്ചാൽ തന്നെയും രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതിന് വഴിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നാം അതിനെ എതിർക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അത് നിർവഹിക്കുക എന്നുള്ളത് ഇതിനോടൊരിക്കലും തന്നെ കൂട്ടിക്കുഴക്കാൻ പാടില്ല. മാത്രമല്ല അശോക ചക്രം നമ്മളെ മദ്രസകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്ഥാപിക്കുന്നില്ല. അശോക ചക്രത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഏതിലുള്ളത്, പതാകയിലുള്ളത്. വെറും ഫോട്ടോ അല്ല, ആ ഫോട്ടത്തിന്റെ അത് 3 കളറുണ്ട്. മുകളിൽ ഏതൊക്കെയാണ് കളറ്? മുകളിൽ കുങ്കുമ കളറാണ്, നടുവിൽ വെള്ള കളറും അടിയിൽ മഞ്ഞ കളറ്, അല്ല പച്ച കളറും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ അവിടെ ഒരു അശോക ചക്രം എന്നുള്ളതല്ല, അശോക ചക്രത്തിന്റെ കൂടെ ഇവിടെ ബുദ്ധമതത്തിന്റെ ചിഹ്നം എന്നുള്ളത് ഒരു അശോക ചക്രമാണ്. അതിനോട് വിയോജിപ്പ് വരുത്തുന്ന, അതിനോട് വിരുദ്ധത വരുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ കൂടിച്ചേർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധമത ചിഹ്നം എന്ന് ഇന്ന് ആരും അതിനെപ്പറ്റി പറയൂല. നമ്മൾ ദേശീയ പതാകയിലുള്ള അശോക ചക്രവും ആ കളറുകളും കൂടി ആ പതാക എന്നുള്ളത് ഒരു ബുദ്ധമത ചിഹ്നമാണെന്ന് ആരെങ്കിലും പറയോ? അതിപ്പോ ചില ആൾക്കാരുടെ വിശദീകരണം, ചില കുറിപ്പുകൾ കണ്ടപ്പോഴാണ് ഇപ്പൊ ആൾക്കാർ അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ആരുടെ മനസ്സിലത് വന്നിട്ടില്ല. അപ്പൊ അത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുക, ബിസ്മി ചൊല്ലി നടത്താൻ വേണ്ടി പറയുക എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറ നോമ്പ് നോറ്റിരുന്നു. ജാഹിലിയ്യത്തിന്റെ അന്ന് തന്നെ ആശൂറ നോമ്പ് നോറ്റിരുന്നു, ഖുറൈശികൾ നോറ്റിരുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ വേദക്കാർ ആശൂറ നോമ്പ് നോൽക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരോട് യോജിച്ചുകൊണ്ട് തന്നെ നോമ്പെടുക്കുവാൻ വേണ്ടി സഹാബത്തിനോട് കൽപ്പിക്കുകയുണ്ടായി. പിന്നെ മക്കം ഫത്തഹിന് ശേഷം അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് എന്ന നിലയ്ക്ക് ശുക്ർ രേഖപ്പെടുത്തുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കും ആവശ്യമാണ്. പക്ഷേ അത് ജൂതന്മാരുടെ ഒരു ആചാരമായതുകൊണ്ട് തന്നെ അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി 9, 10, 11 ഈ 3 ദിവസങ്ങളിലും ആണ് നോമ്പ് ശറഅാക്കി. അപ്പൊ അവിടെ പിന്നെ അത് വിയോജിപ്പായി. അപ്പൊ യോജിപ്പല്ല അവിടെ ഉള്ളത്, വിയോജിപ്പാണുള്ളത്. അപ്പൊ യോജിപ്പിന്റെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് തികച്ചും വിയോജിപ്പായി മാറുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരു നിലവിളക്കുണ്ട്. ആ നിലവിളക്ക് നമ്മൾ ഈ പെട്ടി കൊള്ളിക്കൊണ്ടാണ് കൊളുത്തിക്കാണ്ട് കത്തിച്ചു. അവിടെ ഒരു ഹൈന്ദവർ സ്വീകരിക്കുന്ന ഒരു നടപടിയും നമ്മൾ ആ കൂട്ടത്തിൽ ചെയ്യുന്നില്ല. എന്നാൽ അവിടെ യോജിപ്പല്ല ഉള്ളത്, അവിടെ വിയോജിപ്പാണുള്ളത്. വിയോജിപ്പാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന്. അതാണ് നമ്മളെ മക്ബറുകളിലൊക്കെ നടക്കുന്നത്. മക്ബറുകളിൽ യോജിപ്പ് ഇല്ല. മക്ബറുകളിലും മക്കാമുകളിലും ഉള്ളത് വിയോജിപ്പാണുള്ളത്, മുഖാലഫത്താണ്. അവിടെ മുവാഫഖത്തില്ല, അല്ലെങ്കിൽ തശബ്ബുഹില്ല. മറിച്ച് അവിടെ മുഖാലഫത്ത്, വിയോജിപ്പാണ്.
ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കാമുകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് അതും ഇതേമാതിരിയല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടി മക്കാമുകളുമായി ബന്ധപ്പെട്ട സംഭവം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇനി രണ്ടാമതായിട്ട്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരുടെ മാത്രം, അവരെ കൊണ്ട് മാത്രം സവിശേഷമായ, അവരെ വേർതിരിക്കുന്ന ആ വേഷം നമ്മൾ ധരിച്ചാൽ ആളുകൾ ഇവൻ കാഫിറായി പോയോ എന്ന് ചിന്തിക്കും. ആ രൂപത്തിലുള്ള വേഷവിധാനം, ആ രൂപത്തിലുള്ള ആചാരങ്ങൾ, അതിന്റെ വിധിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവര് സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പാചകങ്ങൾ, ഭക്ഷണങ്ങള്, വസ്ത്രങ്ങള്, അത് അതേമാതിരി നമ്മളും ചെയ്യുക. അത് അവരെ വേർതിരിക്കുന്ന പിന്നെ വേഷവിധാനങ്ങളല്ല. അതിന്റെ വിധി എന്താണ് എന്നാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഹിന്ദുക്കളുടെ ഒരു ആഘോഷം, ആ ആഘോഷത്തിൽ അവര് പപ്പടം ചൂടുന്നുണ്ട്. പപ്പടം ചൂടുക എന്നുള്ളത് ഹിന്ദുക്കളെ വേർതിരിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. അതുപോലെ തന്നെ അവര് പായസം ഉണ്ടാക്കുന്നുണ്ട്, അവര് നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, അവര് ബിരിയാണി വെക്കുന്നുണ്ട്, അവര് തേങ്ങാച്ചോറ് വെക്കുന്നുണ്ട്, കണ്ണൂർ പുട്ടുണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേമാതിരി നമ്മളുണ്ടാക്കുക. ഇത് അവരെ കൊണ്ട് മുഖ്തസ്സായ വേഷവിധാനം എന്നതിനെപ്പറ്റി പറയില്ല. ഇതിന്റെ മതവിധി എന്താണ് എന്ന് നമ്മൾ രണ്ടാമതായിട്ട് ആലോചിക്കേണ്ടത്. അതാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇപ്പൊ ഓണം എന്ന് പറയുന്നത് കാർഷിക ആഘോഷമാണോ അതോ മതാഘോഷമാണോ? മതാഘോഷമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാർഷിക ആഘോഷമാണ് എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. അപ്പോ അത് ഒരു പ്രത്യേക ആഘോഷത്തെ മാത്രം എടുത്ത് സംസാരിക്കല്ല, അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ മാത്രം വേഷവിധാനങ്ങളിൽ പങ്കെടുക്കുക എന്നതല്ല, അവരുടെ മാത്രം ആരാധനകൾ ആരാധനാ ശൈലികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം, ഫതാവൽ കുബ്രയിൽ 4-ാം വാള്യത്തിൽ ഉള്ളൊരു ചോദ്യം. വസുഇല റഹിമഹുല്ലാഹു തആല, ശരിക്കും ശ്രദ്ധിക്കണം. അത് ആർക്കെങ്കിലും അൽവാഫിയോ ആരെങ്കിലും ഒരാൾ അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഖൈറാവും. വസുഇല റഹിമഹുല്ലാഹു തആല വറളിയ അൻഹു ഹൽ യഹില്ലു ലഇബു ബിൽ ഖിസിയ്യി സിഗാർ അല്ലതി ലാ തൻഫഉ വലാ തഖ്തുലു സൈദൻ, ഈ ചെറിയ വില്ലുകളെ കൊണ്ട്, അതുകൊണ്ട് ഉപദ്രവങ്ങളൊന്നുമില്ല, ഉപകാരമില്ല, അങ്ങനെയുള്ള വില്ലുകളെ കൊണ്ടുള്ള കളി ഹലാലാകുമോ? അതെന്തിനാണ്? ബൽ ഉഇദ്ദത്തിൽ ലഇബിൽ കുഫാരി, കാഫിരികളുടെ ചില വിശ്വാസികളുടെ കളികളുണ്ട്, ആ കളിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അക്കിലുൽ മൗസിൽ കസീർ, ഒരുപാട് പഴം തിന്ന, അൽ മത്ബൂഹി ബിസുക്കരി, പഞ്ചാര കെട്ടുകാണ്ട് വേവിക്കപ്പെട്ട, പഞ്ചസാര ഇട്ടുകാണ്ട് വേവിക്കപ്പെട്ട. അപ്പൊ ഇൽബാസുസിബിയാൻ അസിയാബൽ മുലവ്വനത ബിസുഫ്രത്തി, മഞ്ഞവർണ്ണമുള്ളതായ വസ്ത്രങ്ങൾ കുട്ടികൾക്ക് ധരിപ്പിക്കുക, ഇതൊക്കെ അനുവദനീയമാണോ? തബഅൽ ഇഅ്തിനാഇൽ കഫറത്ത് ബിഹാദി, കാഫിരികൾ അതൊക്കെ വലിയ പ്രാധാന്യപൂർവ്വം നിർവഹിക്കും. അപ്പൊ അതിനോട് അനുഗമിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. അതുപോലെ ഇഅ്താഉൽ അസ്വാബി വൽ മസ്റൂഫ് ലഹും ലഹും ഫീഹി, ആ ആഘോഷങ്ങളിൽ വസ്ത്രങ്ങൾ അതുപോലുള്ള ധർമ്മങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചു. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഖബീലി തഅലീമിൻ നൈറൂസ് വനഹദിഹി, നൈറൂസ് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, അതിനൊക്കെ ആ ആഘോഷത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിർവഹിക്കുന്ന കാര്യങ്ങൾ. ഫൈനൽ കഫറത സഗീറഹും വകബീറഹും വളഈഫഹും വറഫീഅഹും ഹത്താ മുലൂകഹും യഅ്തനൂന ബിഹാദിഹിൽ ഖിസിയ്യ സിഗാർ വൽലഇബ് ബിഹാ, കാഫിരീങ്ങൾ മുഴുക്കയും ഇങ്ങനെയുള്ള ചെറിയ വില്ലുകളെ കൊണ്ടുള്ള ഈ കളി പ്രാധാന്യപൂർവ്വം അവർ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മധുരം കലർത്തിയ വാഴപ്പഴം, വെറും വാഴപ്പഴമല്ല, വെറും പഴം തിന്നുന്നതല്ല, മധുരം, അതിന്റെ ഉള്ളിൽ പഞ്ചസാരയൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചതാണ്. അങ്ങനെ വേവിച്ച് പഞ്ചസാര ഇട്ട് വേവിച്ച വാഴപ്പഴം കഴിക്കാം. ഇതൊക്കെ അവർ വളരെ പ്രാധാന്യപൂർവ്വം ചെയ്യാറുണ്ട്.
വകദാബി ഇൽബാസ് സിബിയാൻ അസിയാബൽ മുസ്ഫറത്ത വയുഅ്താഇൽ അസ്വാബ് വൽ മസ്റൂഫ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ മഞ്ഞവർണ്ണമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കുക, അവർക്ക് വസ്ത്രങ്ങളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് പറയാം ഫതാവുൽ കുബരിയിൽ ചോദ്യത്തിൽ പറയാണ് വലൈസ ലഹും ഫീ ദാലിക്കൽ യൗമി ഇബാദത്തു സനമിൻ വലാ ഗൈരി. ഇതിൽ ആരാധനകളൊന്നും നടക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില കളികളും ചില നല്ല അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല സുഭിക്ഷമായ നല്ല പിന്നെ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുക, അതിലൊന്നും ആരാധനകളായിട്ടോ ബിംബാരാധനയോ ദേവി ആരാധനയോ ദേവീ പൂജയോ അതൊന്നും നടക്കുന്നില്ല. കേവലം ആഘോഷങ്ങളെ പറ്റി മാത്രമാണ് ഈ പറയുന്നത്. ചീരണീന്ന് അബൂസവാദ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ അല്ലേ ശരിക്കും അവരുടെ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ കളികൾ, അതൊന്നും തന്നെ എന്താ അവരുടെ ഇബാദത്തായിട്ട് ഏതെങ്കിലും ബിംബത്തിനുള്ള ഇബാദത്തായിട്ട് ചെയ്യല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ദേവിക്ക് വേണ്ടി വണക്കം ചെയ്യല്ല, അതുപോലെയുള്ള അവരുടെ ആരാധനാമൂർത്തികളുടെ മുമ്പിൽ വണങ്ങാൻ വേണ്ടി ചെയ്യല്ല. അത് ശരിക്കും ശ്രദ്ധിക്കാം. വലൈസ ലഹും ഫീ ദാലിക്കൽ യൗമി ഇബാദത്തു സനമിൻ വലാ ഗൈരിഹി. അന്ന് അവർക്ക് ഇങ്ങനെയുള്ള ശിർക്കിന്റെ ഇബാദത്തുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള കളികളും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ഉള്ളൂ. എന്നാൽ ഫഹൽ യക്ഫുർ, അങ്ങനെ ഒരു മുസ്ലിം അതുപോലെ ചെയ്താൽ ആ മുസ്ലിം കാഫിറാകുമോ ഔ യസ്മു, അതല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുമോ? ഇദാ അമില മിസ്ല അമലിഹിം, അവർ ചെയ്യും പോലെ ചെയ്താൽ മിൻഗൈരി ഇഅ്തിഖാദി തഅദീമി ഈദിഹിം വലഖ്തിദാഇ ബിഹിം ഔലാ, അവരുടെ ആഘോഷത്തെ അവരുടെ ആഘോഷ ദിനത്തെ ആദരിക്കുക എന്ന കരുത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലാതെ അവരോട് പിന്തുടരുന്നു എന്നും ഉദ്ദേശമില്ലാതെ ചെയ്താൽ കാഫിറാകുമോ അതോ കാഫിറാകൂലെങ്കിലും അത് ചെയ്യുന്നത് ഹറാമാണോ എന്നാണ് ചോദ്യം. രണ്ട് ചോദ്യമാണ്. കാഫിറാകുമോ അല്ലെങ്കിൽ ഹറാമാകുമോ? അപ്പൊ അതിന് മറുപടി ഫഅജാബ نفع الله تبارك وتعالى بعلومه المسلمين بقوله لا كفر بفعل شيء من ذلك. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കാഫിറാവൂല. എന്തുകൊണ്ട്? ഫഖദ് സറഹ അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേറെ വലുതാണല്ലോ, ആഘോഷ പ്രവർത്തനങ്ങളെക്കാട്ടിലും വലുതാണല്ലോ മതചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഒരു മതവിഭാഗമായിട്ട് വിലയിരുത്തപ്പെടുന്ന ചിഹ്നങ്ങൾ, ആചാരങ്ങൾ എന്ന് പറയുന്നത് അതിലേറെ വലുതാണല്ലോ. പോലും ചെയ്താൽ അവരുടെ കുഫറിൽ യോജിക്കുക എന്ന ഉദ്ദേശമില്ലെങ്കിൽ കാഫിറാകൂല എന്നാണല്ലോ. എന്നാൽ അതിന്റെ താഴെ തട്ടിലുള്ള ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുക, ആഘോഷങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ ഏതായാലും കാഫിറാകൂല. രണ്ട് വിഷയമാണെന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ രണ്ടും ഒന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. മതചിഹ്നങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതും അന്യമതസ്ഥരുടെ ആഘോഷങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ എന്താണ്? ഫഖദ് സറഹ അസ്ഹാബുനാ ബിഅന്നഹു ലൗ ശുദ്ദ ദുന്നാറ അലാ വസതിഹി. ഒരാൾ ഒരു സൈസ് അരപ്പട്ടയാണ്, ആ മുസ്ലിമീങ്ങൾ ഒരു സൈസ് അരപ്പട്ടയാണ് സുന്നാർ എന്ന് പറയുന്നത്. അത് അരയിൽ കിട്ടിയാൽ ഔ വദഅ അലാ റഅസിഹി ഖലൻസുവത്തൽ മജൂസ്, അല്ലെങ്കിൽ തീയാരാധകരുടെ ഒരു പ്രത്യേക തൊപ്പിയുണ്ട്, ആ തൊപ്പി തലയിൽ വെച്ചാൽ ലം യക്ഫുർ ബിമുജറദി ദാലിക, അതുകൊണ്ട് മാത്രം ഒരാൾ കാഫിറാവില്ല. അപ്പൊ അത് ആ ഗൗരവമായ വിഷയത്തിൽ പോലും കാഫിറാകൂല എങ്കിൽ ഫഅദമു കുഫ്രിഹി ബിമാ ഫി സുആൽ, ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഗൗരവമുള്ള കാര്യങ്ങളല്ലല്ലോ, അതുകൊണ്ട് അവ കൊണ്ട് കാഫിറാകൂല എന്നുള്ളത് ഔല, ഏറ്റവും വ്യക്തമാണ്. വഹുവ ബാഹിറുൻ, പക്ഷേ എങ്കിലും ബൽ ഫിഅലു ശൈഇൻ മിമ്മാ ദിക്റ ഫീഹി, ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ വല്ലതും ചെയ്യുക എന്നുള്ളത് യഹ്റുമു, അത് ഹറാമാണ്. ഇദാ ഖസദ ബിഹി തശബ്ബുഹ ബിൽ കുഫാർ, അതുകൊണ്ട് കാഫിരീങ്ങളോട് സാദൃശ്യമാകുന്നു. എങ്ങനെ സാദൃശ്യമാകുന്നു? അവരുടെ ആഘോഷത്തിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാകുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ, ആഘോഷത്തിൽ അവരോട് തുല്യമാകുന്നു എന്നാണ് ഉദ്ദേശമെങ്കിൽ ഹറാമാണ് അല്ലെ. അതേസമയത്ത് കുഫറിൽ തുല്യമാകുന്നു എന്നതാണെങ്കിൽ അല്ലെ, അവരുടെ കാഫിരീങ്ങളോട് സാദൃശ്യമാവുക എന്ന ലക്ഷ്യമാണെങ്കിൽ അത് ഹറാമാണ്. പക്ഷെ അത് ലാ മിൻ ഹൈസുൽ കുഫറു അല്ലെ,
കുഫ്ർ എന്ന ഭാഗത്തിലൂടെയല്ല. വയില്ല ഇത് കുഫ്ർ എന്ന അല്ലെ കാഫിരീങ്ങൾ എന്ന നിലക്കാണ് അത് ചെയ്യുന്നതെങ്കിലോ കാന കുഫ്റൻ ഖത്ആ, അത് തീർച്ചയായിട്ടും അത് കുഫ്റാകുന്നതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫൽഹാസിലു അന്നഹു ഇൻ ഫഅല ദാലിക ബിഖസ്ദി തശബ്ബുഹ് ബിഹിം ഫീ ശിആരിൽ കുഫ്രി, കുഫറിന്റെ ചിഹ്നങ്ങളിൽ സാദൃശ്യമാവുക എന്ന ലക്ഷ്യമാണ് അതുകൊണ്ടുള്ളതെങ്കിൽ കഫറ ഖത്അൻ, തീർച്ചയായിട്ടും അവൻ കാഫിറാകും. ഔ ഫീ ശിആരിൽ ഈദി, ആഘോഷത്തിന്റെ അടയാളങ്ങളുണ്ട്. ആഘോഷത്തിൽ ഒരുപാട് അടയാളങ്ങൾ, അതിൽപ്പെട്ട അടയാളങ്ങളാണ് ചെറിയ അമ്പുകളെ കൊണ്ട് കളിക്കുക, മധുരപാനീയങ്ങൾ കഴിക്കുക പോലുള്ള ആഘോഷത്തിന്റെ ചിഹ്നങ്ങളിൽ അവരോട് താദാത്മ്യപ്പെടുക എന്നതാണെങ്കിൽ ആ ഖത്ഇന്നദിൽ കുഫ്രി, കുഫറിനെ തൊട്ട് ഖത്ഇനദ് നടത്തലോടുകൂടെ. എന്നാൽ ലം യകുഫർ, അതുകൊണ്ട് കാഫിറാവൂല. വലാകിന്നഹു യഗ്സമു, എങ്കിലും അവൻ കുറ്റക്കാരനാകും. വൈലം യഖ്സിദ് തശബ്ബുഹ ബിഹിൽ അസ്ലം വറൈസൻ. ഇനി ശ്രദ്ധിക്കണം. ഇനി ഇപ്പോ ഒരു ഹിന്ദുക്കൾ ഇപ്പൊ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് എന്നൊരു പപ്പടം ഉണ്ടാക്കുന്നുണ്ട് പോലെ പെരയിൽ, പോലെ വീട്ടിൽ പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അവരുടെ കുഫറിൽ യോജിക്കുക എന്നും ഉദ്ദേശമില്ല, അവരുടെ ആഘോഷത്തിന്റെ അടയാളങ്ങളിൽ യോജിക്കുക എന്നും നമുക്ക് ഉദ്ദേശമില്ല. ഒരു നിലക്കും ഉദ്ദേശമില്ല. ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ അസ്ലം റസന്ന, മൊരടാലും ഉദ്ദേശമില്ല, ശിരസാലും ഉദ്ദേശമില്ല. അല്ലെ, ആദ്യാവസാനം ഒരു നിലക്കും നമുക്ക് എന്തില്ല, ഉദ്ദേശമില്ല എങ്കിൽ അവരുടെ വീട്ടില് പപ്പടം ചുട്ടപ്പോ നമ്മളെ വീട്ടിൽ പപ്പടം ചുട്ടു, ഓലെ വീട്ടിൽ വാഴപ്പഴം തിന്നു, നമ്മളെ വീട്ടിൽ നമ്മളൊരു കിലോ വാഴപ്പ ഒന്നുകാണ് തിന്നു. അല്ലേ, ശരിക്കും ശ്രദ്ധിക്കണം. അതേസമയത്ത് അവര് പൊട്ടു തൊട്ടു, നമ്മൾ പൊട്ടു തൊട്ടു, എന്നാൽ അത് ഒരു ഉദ്ദേശമില്ലെങ്കിൽ കറാത്തില്ല എന്നല്ലേ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. അവരുടെ അവരുടെ മതത്തിന്റെ ചിഹ്നം നമ്മൾ ധരിക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്, ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നതിനെ പറ്റിയാ പറയുന്നത്. അവരുടെ വീട്ടിൽ പപ്പടം ചുട്ടു, നമ്മളും നമ്മളെ കരയിൽ പപ്പടം ചുട്ടു, അത് അവരുടെ കുഫറിൽ യോജിക്കുക എന്നൊന്നും ഉദ്ദേശമല്ല, ഈദിന്റെ ചിഹ്നങ്ങൾ യോജിക്കുക എന്ന ഉദ്ദേശമല്ല. അവിചാരിതമായിട്ട് ഒരു ഉദ്ദേശമില്ലാതെ നമ്മൾ കരയിൽ നടന്നതാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുമില്ല. ശരിക്കും ശ്രദ്ധിക്കണം. അവരുടെ മുതഅബ്ബദാത്തിലേക്ക്, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ അത് വേറെ ചെയ്യാണ്. വേറെ ചെയ്യുമ്പോൾ യാദൃശികമായിട്ടുള്ള ഒരു യോജിപ്പുണ്ടാകാണ്, മാനസികമായിട്ട് യാതൊരു ഉദ്ദേശമില്ല. എന്നാൽ ഫലാശയായി അവന്റെ മേൽ യാതൊന്നുമില്ല. യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാഫിറാവൂല്ല, ഹറാമാവൂല്ല. ഇനി കറാഹത്താകോ എന്നാണ് ചിന്തിക്കേണ്ടത്. കറാഹത്താകുന്ന മതചിഹ്നങ്ങളാണ് ഒരു മതവിഭാഗമായിട്ട് കാണപ്പെടുന്ന ചിഹ്നങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണാഘോഷത്തിലൊക്കെ മുറ്റത്ത് പൂക്കളം വരച്ചുകൊണ്ട് അതിൽ ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന ഏർപ്പാടുണ്ട്. അത് അതേമാതിരി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നവര് വിലയിരുത്തുക എന്താണ്, നമ്മൾ ഹിന്ദുക്കളായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. അങ്ങനെ മതത്തിന്റെ ഖാസായ ചിഹ്നം, ആ ചിഹ്നമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അത് അവിചാരിതമായി സംഭവിച്ചതാണെങ്കിൽ അത് പാടില്ലാത്തതാണ്, ഹറാമില്ലെങ്കിൽ കറാത്താണ്. അതേ സമയത്ത് ഇത് അങ്ങനല്ലാത്ത ആഘോഷ രീതികൾ, ആ ആഘോഷ രീതികൾ കൈക്കൊള്ളുമ്പോൾ അതിന്റെ മസല എന്താണ്? അതിന്റെ മസലയാണ് ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങൾ പറഞ്ഞത് ഫലാശയാ രീതി. അവന്റെ മേൽ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കറാഹത്തുമില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ബാഹിറും. അതിന്റെ ബാഹ്യമായ അർത്ഥം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് വെച്ചുകാണ്ട് കറാഹത്തില്ല എന്ന് പറയുന്നത് അത് കേവലം ആഘോഷങ്ങളെ പറ്റിയാണ് പറയുന്നത്, മതചിഹ്നങ്ങളെ പറ്റിയല്ല, മതാചാരങ്ങളെ പറ്റിയല്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ആ ചോദ്യത്തിൽ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? വലൈസലഹും ഫീ ദാലിക്കൽ യൗമി ഇബാദത്തു സനമിൻ വലാ ഗൈരിഹിന. അന്ന് അവർക്ക് ആരാധനകളൊന്നുമില്ല, ശിർക്കിന്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല, ആഘോഷങ്ങൾ മാത്രമുള്ളത്. അങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അതിന്റെ വിധി എന്താണ്? മനസ്സിലായോ? അതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് കുഫറിൽ പങ്കെടുക്കുക എന്ന് ലക്ഷ്യമാണെങ്കിൽ അത് കാഫിറാകും. അല്ല, ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ അത് ഹറാമാകും. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും ഉദ്ദേശമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് അത് നിലവിളക്ക് ഉദ്ഘാടന വേദികളിൽ അമുസ്ലിമീങ്ങളോടൊപ്പം ഉദ്ഘാടന വേദികളിൽ കൊളുത്തുന്ന രീതിയും അതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്?
അവരോടൊപ്പം കൂടി ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ആരാധനകളൊക്കെ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ അതേ ഭാവത്തോടെയും അവരുടെ അതേ ശൈലിയോടും നമ്മൾ നിർവഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ ആരാധിക്കുന്ന ആ കേന്ദ്രത്തിലേക്ക് അവരോടൊപ്പം നമ്മളും പങ്കെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശമില്ലെങ്കിൽ തന്നെ കാഫിറാകുന്നതാണ്. അപ്പൊ അതും ഇതും തമ്മിൽ ഒരിക്കലും തന്നെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഫതാവുൽ കുബ്രയിൽ പറഞ്ഞ ചർച്ചയും നിലവിളക്ക് കൊളുത്തുന്ന ചർച്ചയും തമ്മിൽ കൂട്ടിക്കുഴച്ചത് ശരിയായില്ല. അത് ശരിയായില്ല. ഫതാവുൽ കുബ്രയിൽ പറഞ്ഞ ഇബാറത്ത് എന്ന് പറയുന്നത് ആരാധനകളൊന്നും കൂടാതെ, ശിർക്കിന്റെ ആരാധനകളൊന്നും കൂടാതെ ഇങ്ങനെയുള്ള ചില കളികൾ, അല്ലെ, ഓരോ ആഘോഷങ്ങളിൽ ഓരോ കളികൾ ഉണ്ടാവുമല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ പെരുന്നാൾ ആഘോഷം, നമ്മളെ പെരുന്നാൾ ആഘോഷത്തിന് ആരാധന ഉണ്ട്. അത് നിസ്കാരമാണ്, പെരുന്നാൾ നിസ്കാരമാണ്, ഹുദയാണ്. അതുപോലെ തന്നെ അല്ലെ ചില ആൾക്കാർ നിലവിളക്കൊക്കെ എന്തായി ഉസ്താദേന് ഇന്നുണ്ട്, നിലപാട് പറയാൻ കഴിയാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള മെസ്സേജ് PM ഒക്കെ അടിച്ചുള്ളത്. പക്ഷെ അവരുടെ നിലപാടൊക്കെ കൃത്യമായിട്ട് എന്താന്നുള്ളത് നമ്മുടെ അടുത്ത് രേഖാസഹിതം നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പറയാം. അപ്പൊ ഒന്നും മുന്നിട്ടില്ല. അപ്പോ ഇപ്പൊ നമ്മളെ പെരുന്നാളുകളിൽ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കും, അത് ആരാധനയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളുകൾ തക്ബീറും അത് ആരാധനയാണ്. നമ്മുടെ പെരുന്നാളുകളിൽ നമ്മൾ ഖുത്ബോദും അതൊക്കെ ആരാധനയാണ്. അതേ സമയത്ത് നമ്മൾ ആരാധന അല്ലാത്ത വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെ, പപ്പടം ചൂടും, അതുപോലെ തന്നെ നല്ല കുമ്പളങ്ങാച്ചാറും ഇറച്ചിയും ഒക്കെ പറഞ്ഞ് കൂട്ടിയിട്ടുള്ള ഒക്കെ ഉണ്ടാക്കും, ഗുലാബുണ്ടാക്കും, അങ്ങനെ പല സംഗതികളും. അതൊന്നും ആരാധന ഇബാദത്തുകളല്ല, അതൊക്കെ ഓരോ ആഘോഷത്തിന്റെ ഭാഗങ്ങളാണ്. ഇതേപോലുള്ള ആഘോഷത്തിന്റെ ഭാഗങ്ങളായി നിർവഹിക്കുന്ന കാര്യങ്ങളെ പറ്റുന്ന ചോദ്യത്തിന്റെ മറുപടിയിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു ഉദ്ദേശമില്ലാതെ ചെയ്തിട്ടാണെങ്കിൽ ഫലാശയലി അവരുടെ മേൽ ഒന്നും വരാനില്ല എന്ന് പറഞ്ഞത് അത്തരം കാര്യങ്ങളെ പറ്റിയാണ്. അല്ലാതെ അത്തസയ്യിബിസിയിൽ കുഫാർ, കാഫിരീങ്ങളുടെ വേഷവിധാനങ്ങൾ ധരിക്കുക, അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ നിർവഹിക്കുക, അവരുടെ ആരാധനകൾ നമ്മൾ ചെയ്യുക, അല്ലെ, ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ നല്ല മധുരം കലർത്തിയ പഴം കഴിക്കുന്നതും, അതുപോലെ കുട്ടികൾക്ക് കുപ്പായം കൊടുക്കുന്നതും, മഞ്ഞ കളറുള്ള കുപ്പായം കൊടുക്കുന്നതൊന്നും അങ്ങനെയല്ല. അതൊക്കെ ആഘോഷ രീതികളാണ്, ആരാധനകളല്ല. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളും കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ട് മസ്അല പറയുമ്പോൾ അത് അപകടം ചെയ്യും. വേഷവിധാനങ്ങളിൽ ഒപ്പം കൂടുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ കുഫറാണ്. ഒന്നുകിൽ അവരുടെ കുഫറിൽ അവരോട് യോജിക്കുക എന്നാണെങ്കിൽ എന്താണ്, അത് കാഫിറാണ്. അല്ലെങ്കിൽ ആ വേഷവിധാനം നടത്തിക്കൊണ്ട് അവരോടൊപ്പം അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണെങ്കിലും കുഫറാണ്. ഇത് രണ്ടുമില്ലാത്ത രൂപത്തിൽ അവരുടെ ഒരു ആഘോഷവേളകളിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ അത് ഹറാമാണ്. ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ അവിചാരിതമായി വന്നതാണെങ്കിലോ അത് പാടില്ലാത്തതാണ്. കുറ്റമില്ല, ശിക്ഷയില്ലെങ്കിലും അത് പാടില്ലാത്തതാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ചില ആളുകൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ പ്രതികരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും മനസ്സിലാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാനൊരു കാര്യം കൂടി പറയാം. എന്താണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? അതൊരു വിവാദം പിടിച്ച വിഷയമായതുകൊണ്ട്, വാക്കുകൾ വളരെ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ട്, ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. വളരെ ഒരു തക്കല്ലുഫോടുകൂടെ, അല്ലെങ്കിൽ വളരെ ചിന്തിച്ച് സംസാരിക്കുമ്പോൾ, വാക്കുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാവകാശം, അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാകുന്ന മെല്ലെപ്പോക്ക്, അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന്റെ പേരിൽ നിങ്ങൾ ഉറങ്ങിപ്പോകാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളോടൊരു ചോദ്യം എന്താണ്, അന്നൽ ഖഹ്വത ഇദാ ഉദീറത് അലാ ഹൈഅത്തിൽ ഖംരി ബിആദത്തി ശറബത്തി ഹറമത്ത് നബ്ബഹ അലൈഹി ജമാഅത്തുൻ മിനൽ യമനിയ്യീന. ഖഹ്വ എന്ന് പറഞ്ഞ കാവണ്ടല്ലേ, കാവ കുടിക്കുമ്പോ ഈ കള്ളുടിയന്മാര് കള്ളുടിക്കുമ്പോൾ കാണാൻ ചിയേഴ്സ് എന്ന് പറയും. കള്ളുടിയന്മാര് കള്ളുടിക്കുമ്പോ ചിയേഴ്സ് എന്ന് പറഞ്ഞാണ്ട് അവരുടെ ആ ഗ്ലാസ് ഇങ്ങനെ 4 കറക്കലൊക്കെ കറക്കിയിട്ട് ചിരിയും അങ്ങനെ ഒരു പരിപാടിയില്ലേ, അല്ലേ?
അങ്ങനെ പരിപാടിയുള്ള സുഹൃത്തുക്കളെ കള്ളുടിയന്മാർ കള്ളുടിക്കുമ്പോൾ ചിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാട്ടിക്കൂട്ടലില്ലേ, ആ കാട്ടിക്കൂട്ടലുടെ അതേ ശൈലിയിൽ കാവ കുടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായിട്ട് കള്ളുടിയന്മാരുടെ കാട്ടിക്കൂട്ടലിന്റെ അതേ ശൈലിയിൽ കാവ കുടിക്കാൻ പറ്റുമോ? ഇച്ചറിയില്ല മറിയില്ല അബൂ സവാദ്. ഒരുപക്ഷെ അബൂ സവാദ് അങ്ങനെ പറഞ്ഞത് എന്റെ ക്ലാസ്സിൽ മലപ്പുറം ഭാഷ വല്ലാതെ പിന്നെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതിലേക്കൊന്ന് സൂചിപ്പിച്ചതേക്കാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പോ ഇങ്ങനെ കാവ, ഈ കള്ളുടിയന്മാര് കള്ളുടിച്ചമാതിരി കാവ കുടിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അത് ഹറാമാണ് എന്ന് പിന്നെ യമൻ നാട്ടുകാരായ ചില പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബുകാരായ ചില പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അതിനെപ്പറ്റിയാണ് ചോദ്യം. അതോടൊപ്പം തന്നെ അത് കറാഹത്താണെന്ന് പറഞ്ഞാൽ പോരെ, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ കാവ എന്ന് പേര് അല്ലെ, കാവ എന്നുള്ള ചോദ്യം അല്ല, കാവ എന്ന് പേര് കഹുവ എന്നാണ് അറബി പറയാ. കാവ എന്ന് പറയുമ്പോൾ അത് കള്ളിന്റെ പേരാണ് ഈ കഹുവ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ. അപ്പൊ കള്ളിന്റെ പേരായ കഹുവ അങ്ങനെ ആ പേരിടാൻ പറ്റുമോ? ഇങ്ങനെ 2-3 ചോദ്യങ്ങളാണ്. അതിന് ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി ആ ഹറാമാണെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. ഫഅജാബമാ ദക്കറൂഹു സഹീഹുൻ സറഹ ബിഹിൽ അസ്ഹാബു ഫീ ഇദാറത്തി സകൻജബീൻ. അല്ലേ, ഈ തേനും സുർക്കയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ് സകൻജബീൻ. അതിനെ ഇതേ കള്ളുടിയന്മാർ കുടിച്ചണമായി കുടിക്കുമ്പോൾ അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് കാവയും അങ്ങനെ തന്നെയാണ് അല്ലേ എന്ന് ഉത്തരം പറയാം. എന്നിട്ട് പറയാണ് വഖദ് അശാറ അസ്ഹാബുനാ റഹിമഹുല്ലാഹു തആല ഇലാ ബഅദി ദാലിക ഹൈസു ഖാലു ഇന്നഹാ തകൂനു ബിഅഖദാഹി മഅ കലിമാത്തിൻ യതആറഫുഹാ അശ്ശറബതു ബൈനഹും വയുഅയ്യിദു ദാലിക ഖൗലുഹു തആല യതനാസഊന ഫീഹാ കഅസൻ ലാ ലഉവും ഫീഹാ വലാ തഅസീം. സ്വർഗ്ഗത്തിലുള്ള കല്ല് കുടിക്കുന്ന കോപ്പയിൽ ഇങ്ങനെയുള്ള ലഹവോ കുറ്റകൃത്യങ്ങളൊന്നും ഇല്ല. അതേസമയത്ത് ദുന്യാവിലുള്ള കല്ല് കുടിക്കുമ്പോൾ ചീത്ത വാക്കുകളും ഇങ്ങനെയുള്ള പ്രത്യേക ആക്ഷനുകളൊക്കെ ഉണ്ടാകും. അതൊന്നും സ്വർഗത്തിൽ കള്ളുടിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്. പിന്നെ ഇദാ ഉദീറത്തിൽ ഖഹ്വത്തുൽ ഹാദിസത്തുൽ ആം കഹൈഅത്തി ഇദാറത്തിൽ ഖംർ ഹറമത്ത് ഇദാറത്തുഹാ. അല്ലേ, അപ്പോ കള്ളുകുടിയന്മാര് കള്ളുടിച്ചുന്ന ആ ഒരു ശൈലിയിൽ കാവ കുടിക്കുകയാണെങ്കിൽ ആ കാട്ടിക്കൂട്ടൽ ഹറാമാണ്. ആ കാട്ടിക്കൂട്ടൽ ഹറാമാണ്. അങ്ങനെ അവരിങ്ങനെ ആ കറക്കവും ആ പ്രത്യേക ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇല്ല ഫല, അത് ഹറാമില്ല. അതേ സമയത്ത് ഈ കള്ളുടിയന്മാര് കാട്ടിക്കൂട്ടുന്ന മാതിരിയൊക്കെ കാട്ടിക്കൂട്ടും ചെയ്യുക, അവര് ഉപയോഗിക്കുന്ന ചീത്ത വാക്കുകളൊക്കെ പറയുകയും ചെയ്യുക. എന്നാൽ അതൊക്കെ തെറ്റാണെങ്കിലും അമ്മാ ശുർബുഹാ ഫഹുവ ജായിസുൻ, കാവ കുടിക്കൽ ജായിസ് തന്നെയാണ്. എന്നിട്ട് പിന്നെ പറയാണ് വലൈസ മുത്ലഖുൽ ഇദാറത്തി ഹറാമൻ ഇത്തിഫാഖൻ. വെറും അതായത് ഈ കള്ളുടിയന്മാര് ചിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളിന്റെ കോപ്പേറ്റ് ഇങ്ങനെ കയ്യേറ്റ് ഒരു കറക്കണ്ട്, ആ പ്രത്യേക ശൈലിയിലും പ്രത്യേക ഭാവത്തിലും ചെയ്യുമ്പോഴേ അത് ഹറാമാവുള്ളൂ. അല്ലാതെ ഒരാളിപ്പോ കയ്യിലുള്ള ഒരു കാവക്കുപ്പി, ഒരു കാവ ഗ്ലാസ്, അത് ഇങ്ങനെ കള്ളുടിയന്മാരുടേതല്ലാത്ത കോലത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കാണ്ട് കുടിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം, അങ്ങനെ കുടിക്കലും ഹറാമല്ല, ആ പ്രവർത്തനവും ഹറാമല്ല. കാരണം അവിടെ കള്ളുടിയന്മാരോട് യോജിപ്പല്ല ഉള്ളത്, വിയോജിപ്പാണുള്ളത്. അപ്പൊ യോജിപ്പ് വരുമ്പോഴാണ് ഈ പറഞ്ഞ മസലകളൊക്കെ വരിക. വിയോജിപ്പ് വരുമ്പോൾ മസലകൾ വരുന്നില്ല. ശരിക്കും മനസ്സിലാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉദ്ഘാടന സദസ്സുകളിലും മംഗള സദസ്സുകളിലൊക്കെ ഹിന്ദുക്കൾ കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള നിലവിളക്ക് ഭദ്രദീപം കൊളുത്തൽ, അതിനെപ്പറ്റിയാണ് നേരത്തെ പറഞ്ഞ മസലകളൊക്കെ ഉള്ളത്. അതേസമയത്ത് നമ്മളെ വീട്ടിലൊരു നിലവിളക്കുണ്ട്, അല്ലെങ്കിൽ ഒരു മക്കാമിലൊരു നിലവിളക്കുണ്ട്, അതിപ്പോ ഒരാൾ വന്നുകാണ്ട് സാധാരണ വിളക്കത്തിച്ചിടമായിട്ട് കത്തിച്ചിട്ടുണ്ട്. എന്നപ്പോ അതിൽ യോജിപ്പല്ലുള്ളത്, അതിൽ വിയോജിപ്പാണുള്ളത്. അപ്പൊ യോജിപ്പ് ഒഴിവാക്കിയിട്ട് വിയോജിപ്പ് വരുത്തുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം, തശബ്ബുഹിനെ മാറ്റി വെച്ചിട്ട് തശബ്ബുഹ് വാഹിറിൽ കാണുന്ന തശബ്ബുഹ്, അതാണ് നമ്മളിങ്ങനെ നോക്കുമ്പോ സാദൃശ്യത എന്തെന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള തശബ്ബുഹ് അല്ല അവിടെ ഉള്ളത്. മറിച്ച് അവിടെ മുഖാലഫത്താണുള്ളത്, വിയോജിപ്പാണുള്ളത്. എന്നാൽ എതിരാവലാണുള്ളതെങ്കിൽ അത് ഹറാമല്ല. അപ്പൊ പിന്നെ അവിടെ വേറെ സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാ പിന്നെ ഹിന്ദുക്കൾ നിലവിളക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മക്കാമലൊക്കെ കത്തിച്ചിട്ട് നിലവിളക്ക് എന്ന് പറയുന്നത് തെറ്റല്ലേ?
പറയുന്നതും തെറ്റല്ല. അമ്മാ തസ്മിയതുഹ ഖഹ്വതൻ, ഖഹ്വ എന്നുള്ളത് കള്ളിന്റെ പേരാണ്. പക്ഷെ നമ്മൾ കുടിക്കുന്നത് കള്ളല്ലല്ലോ, നമ്മൾ കുടിക്കുന്നതിനുള്ളത് കാപ്പിയാണ്, കോഫിയാണ്. എന്നാൽ അമ്മാ തസ്മിയതുഹ ഖഹ്വതൻ ഫഹുവ ലാ യഖ്തദി തഹ്രീമൻ മുത്ലഖാൻ, അത് ഒരു നിലക്കും ഹറാമല്ലാണ്. എന്നൽ അസാദിയ ലാ തഖ്തദി തശ്ബീഹാൻ, പേരിൽ ഉള്ള സാദൃശ്യത പ്രശ്നമല്ല. ശരിക്കും മനസ്സിലാക്കണം. മഖാമിൽ കത്തിക്കപ്പെടുന്ന വിളക്കും നിലവിളക്ക് എന്നാണ് ആൾക്കാർ പേര് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങുകളിൽ ഹിന്ദുക്കളുടെ ആചാരഭാവത്തിൽ ചെയ്യുന്ന വിളക്കിനെ പറ്റിയും നിലവിളക്ക് എന്നാണ് പേര് പറയുന്നത്. പേരിൽ ഉള്ള സാദൃശ്യത വെച്ചുകൊണ്ട് ഹറാമ് എന്ന വിധി വരൂല. ഇവിടെയാണ് മുജാഹിദുകൾക്കൊക്കെ പറ്റത്. മക്കാമുകളിൽ നിലവിളക്കുണ്ടാവും, പള്ളിക്ക നിലവിളക്കുണ്ടാവും, വീട്ടിൽ നിലവിളക്കുണ്ടാവും. ഇങ്ങനെയുള്ള ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങളിലും അവരുടെ ആചാരങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലും നിലവിളക്കുണ്ടാവും. അപ്പൊ അവരുടെ വേദികളിൽ നിലവിളക്കാണ്, ഇവിടെയും നിലവിളക്കാണ്, പേരൊന്നായതുകൊണ്ട് ഹറാമാണ്. അത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ലിഅന്നൽ അസാമിയ ലാ തഖ്തദി തശ്ബീഹാ, അല്ലേ? ലിഅന്നൽ അസാമിയ ലാ തഖ്തദി തശ്ബീഹാ, പേര് ഒരിക്കലും തശബ്ബുഹിനെ അല്ലെങ്കിൽ തശബ്ബുഹിനെ അത് തേടുന്നില്ല. ശരിക്കും ലിഅന്നൽ അസാമിയ ലാ തഖ്തദി തശബ്ബുഹ, പേരിലുള്ള യോജിപ്പ് തശബ്ബുഹല്ല. തിൽക്കൽ ഇദാറത്തു, അതേ സമയത്ത് കാവ കുടിക്കുമ്പോ കള്ളുടിയമാര് കാട്ടിക്കൂട്ടുന്ന മാതിരി കാട്ടിക്കൂട്ടുക എന്നുള്ളത് ഇന്നമാ ഹറുമത്ത്, അത് ഹറാമായത് പേരിൽ യോജിപ്പുണ്ടായത് കൊണ്ടല്ല. വിസ്തിൽസാമിഹ അത്തശബ്ബുഹ ബിൽ ഉസാത്ത്, തമ്മാടികളോട് സാദൃശ്യപ്പെടലിനെ അത് അനിവാര്യമാക്കുന്നതിന് വേണ്ടിയാണ്. വമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെ നിയ്യത്തില്ലാത്തത് കൊണ്ട് ഒരാളിപ്പോ കാവ കുടിക്കുമ്പോ കള്ളുടിയന്മാർ ചിയ എന്നൊക്കെ പറയണ മാതിരി ആ കള്ളുടിയന്മാർ കാട്ടിക്കൂട്ടുന്ന മാതിരിയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കാണ്ട് കാവ കുടിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ നിയ്യത്തൊന്നും ഇല്ലെങ്കിൽ ഹറാമില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ നിയ്യത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാത്ത ബിസ്മില്ലാതെ അങ്ങനെ നടത്തിയാൽ മതി എന്നാ പറയേണ്ടത്. അപ്പൊ അതാ പറഞ്ഞത്, നിയ്യത്ത് കൊണ്ട് കുറെ കാര്യങ്ങളുണ്ടാവും, നിയ്യത്ത് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള വാദം ശരിയല്ല. അപ്പൊ നിയ്യത്തില്ലെങ്കിൽ പിന്നെ ബിസ്മില്ലാ മതി എന്നൊക്കെ ക്ലിയറായി എന്ന് പറയുന്ന വാദം ശരിയല്ല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശരിക്ക് മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു മക്കാമുകളിലുള്ളത് വിയോജിപ്പിന്റെ നിലവിളക്കാണ്. നിലവിളക്ക് എന്ന നാമകരണത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇനി അവിടെ കത്തിക്കുന്ന വിളക്കിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. മഹാന്മാരുടെ മക്കാമുകളിൽ വിളക്ക് എന്നുള്ളതല്ല. ചില ആളുകൾ പറയും നിലവിളക്കായതുകൊണ്ട് ഹറാം. മുജാഹിദുകളൊക്കെ പറയുന്നത് നിലവിളക്കായതുകൊണ്ട് ഹറാമാണെന്നാ പറയുന്നത്. ഹിന്ദുക്കൾ നിലവിളക്ക് കത്തിക്കണവരാണ്, അതുകൊണ്ട് നിലവിളക്ക് കത്തിക്കൽ ഹറാമാണ്. അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എല്ലാ മുജാഹിദുകളുടെയും വായടക്കും. സകല മുജാഹിദിന്റെയും വായ അടക്കാൻ പറ്റുന്ന ഒരൊറ്റ ചോദ്യം എന്താണെന്നറിയോ? ക്രൈസ്തവർ അവരുടെ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെഴുകുതിരി. ഇല്ല, അത് ശരിയല്ല. ഞാനാ പറഞ്ഞ ശരിയല്ല സുഹൃത്തുക്കളെ. ക്രൈസ്തവർ അവരുടെ ആരാധനകൾക്ക് വേണ്ടി അവരുടെ യേശുവിനെ ആരാധിക്കാനും യേശുവിനെ വണങ്ങാനും യേശുവിനെ ബഹുമാനിക്കാനും ഉപയോഗിക്കുന്നതല്ലേ മെഴുകുതിരി, ഇല്ലേ? മുരളിയൊരു സുവർ. അപ്പൊ ഇനി മെഴുകുതിരി കത്തിക്കൽ ഹറാമാന്ന് പറയാൻ പറ്റുമോ? മെഴുകുതിരി കത്തിക്കൽ ഹറാമാണെന്ന് എന്തുകൊണ്ട് മുജാഹിദുകൾ പറയുന്നില്ല? എന്തുകൊണ്ട് ജമാഅത്തുകാർ പറയുന്നില്ല? എന്തുകൊണ്ട് മൗദൂദികൾ പറയുന്നില്ല? നിലവിളക്ക് ആയതുകൊണ്ടാണ് ഹറാമായതെങ്കിൽ മെഴുകുതിരി കത്തിക്കലും ഹറാമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് മഖാമിൽ ഹറാമല്ലേ, വീട്ടിൽ ഹറാമല്ലേ, പാർട്ടി ഓഫീസിൽ ഹറാമല്ലേ, സംഘടനാ ഓഫീസിൽ ഹറാമല്ലേ, ദഅവ സെന്ററിൽ ഹറാമല്ലേ, സി ഡി സെന്ററിൽ ഹറാമല്ലേ, സി ഡി ടവറിൽ ഹറാമല്ലേ, എല്ലായിടത്തും ഹറാമല്ലേ? എന്റെ ചോദ്യത മെഴുകുതിരിയെ കുറിച്ച് തിരിഞ്ഞില്ല, അതാണ്. എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല? എന്തുകൊണ്ട് മെഴുകുതിരി കത്തിക്കുന്നതിനെ കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മെഴുകുതിരി കത്തിക്കുന്നതിനെ കുറിച്ച് വിമർശകർ ഒന്നും പറയുന്നില്ല? എന്റെ ചോദ്യം അതാണ്. നമ്മുടെ നാട്ടിൽ ക്രൈസ്തവർ യേശുവിനെ ആരാധിക്കാനും വണങ്ങാനും ബഹുമാനിക്കാനും എന്ത് ചെയ്യാറുണ്ട്? മെഴുകുതിരി കത്തിക്കാറുണ്ട്. അവരുടെ പ്രത്യേക ഉത്സവവേളകളിൽ അവര് പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകാണ്ട് മെഴുകുതിരിയായിട്ട് ഇങ്ങനെ ജാഥ നടത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ട് ആ മെഴുകുതിരി നമ്മളും കത്തിക്കുന്നു?
അതേ സമയത്ത് നമ്മളും അതേമാതിരി അവരുടെ അതേ ആചാരം നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വിധികളൊക്കെ വരും. അവരിങ്ങനെ നമ്മൾ ജാതിയിൽ മെഴുകുതിരി അവർ പിടിക്കുമ്പോലെ നടത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വിധികളൊക്കെ വരും. അതേസമയത്ത് കേവലം മെഴുകുതിരി കത്തിക്കുക, അത് മക്കാമിൽ കത്തിക്കുക, വീടുകളിൽ കത്തിക്കുക, ഓഫീസിൽ കത്തിക്കുക, കറണ്ട് പോകുമ്പോ കത്തിക്കുക, പള്ളികളിൽ കത്തിക്കുക, ഇതൊക്കെ എന്താ, എന്തുകൊണ്ടത് ഹറാമായില്ല? ക്രൈസ്തവരുടെ ഈ പണി എന്തുകൊണ്ട് നമുക്ക് ഹറാമായില്ല എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യം സകല മുജാഹിദുകളോടും ചോദിച്ചുകൊണ്ടിരിക്കണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതേസമയത്ത് മക്കാമുകളിൽ ഏത് വിളക്കാണെങ്കിലും തീയ് കൊണ്ട് മക്കാമുകളിൽ തീയിന്റെ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ശരിക്കും മനസ്സിലായി. ലൈറ്റ് കത്തിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്ന കേട്ടോ. ഇലക്ട്രിക് ബൾബിനെ പറ്റിയല്ല ചർച്ച, ഇലക്ട്രോണിക് ബൾബിനെ സംബന്ധിച്ചുമല്ല, LED പറ്റിയല്ല, CFL പറ്റിയല്ല, തീ കൊണ്ടുള്ള വിളക്ക് അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാനായിട്ടില്ല. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ എന്റെ സംസാരം തീർന്നിട്ടില്ല. ഒരു 10 മിനിറ്റും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞത്, എനിക്ക് ഇതൊരു പുതിയ വിഷയമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു സാവകാശത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിനൊരു ഹരം കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ മഹാന്മാരുടെ ഖബറുകളിൽ വിളക്ക് കത്തിക്കുന്നതിന്റെ വിധി എന്താണ്? അത് ആ ഖബറാളിയെ കൊണ്ട് ബർക്കത്തെടുക്കുക, മഹാന്മാരെ കൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ കൊണ്ടും ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് അവിടെ എന്നെ മറമാടണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പൊ മഹാന്മാരുടെ സാമീപ്യം കൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ സംഗതിയാണ്. അതേസമയത്ത് ആ ബർക്കത്തെടുക്കുക എന്നുള്ളത് തീ കത്തിക്കുക എന്നുള്ള പണി കൊണ്ടാണെങ്കിൽ അത് ഹറാമാണ്. തീ കത്തിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളത് ഹറാമാണ്. അതുപോലെ തന്നെ തീ കത്തിച്ചുകൊണ്ട് ആ മഹാനെ ബഹുമാനിക്കുക എന്നുള്ളതും ഹറാമാണ്. ഇപ്പൊ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോൾ വിടൽ വന്നു വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്യും, എന്റെ പ്രസംഗം നിർത്തിവെക്കും, ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കും. ഇപ്പൊ ഈ രാത്രിയിലുള്ള എന്റെ വേഷം ചിലപ്പോ ഒരു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വേഷമായിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ബഹുമാനിക്കാൻ വേണ്ടി നല്ല നിലക്ക് നിൽക്കും. പക്ഷേ ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനൊരു സിഗരറ്റ് ലാമ്പ് നിങ്ങൾ കത്തിച്ചാലോ? അത് പാടില്ല. തീ കത്തിച്ചുകൊണ്ടുള്ള ബഹുമാനം പാടില്ല. ശരിക്കും മനസ്സിലാണെങ്കിൽ തീ കത്തിച്ചുകൊണ്ടുള്ള ബർക്കത്തെടുക്കലും പാടില്ല. इंशाअल्लाह DC ആയിരിക്കും ഇൻഷാഅല്ലാഹ് ഉടൻ തന്നെ വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു ക്ലാസ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതിന്റെയും പേരിൽ സത്യം പറയാൻ മടിച്ചു നിൽക്കുന്ന നിങ്ങൾ DC ആണല്ലോ. അപ്പുറ 2 മിനിറ്റ് മുപ്പരല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വരുന്ന. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇത്ര നല്ല രീതിയിൽ വിശദമായി
ഇസ്ലാമിന്റെ ഒരു കാര്യം വളരെ ചെറിയൊരു കാര്യം ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലും എത്രയോ വിശദമായി ചർച്ച ചെയ്യപ്പെടാൻ മാത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ഉസ്താദ് എത്തി. ഇപ്പോൾ നമ്മൾ ഡീസ് ചെയ്യാവുന്നതിന്റെ ഒരു 2 മിനിറ്റ് അത്ര മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ഞാൻ ഡീശായ വരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാന്മാരുടെ ഖബറിങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത് നിലവിളക്ക് എന്നുള്ള പേര് കൊണ്ട് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നിലവിളക്ക് എന്ന പേര് കൊണ്ടോ നിലവിളക്കിന്റെ ആകൃതി കൊണ്ടോ പ്രശ്നമില്ല. അത് നമ്മള് നേരത്തെ പറഞ്ഞ വിഷയമാണ്. അങ്ങനെയുള്ള നിലവിളക്കാവട്ടെ, ചിമ്മിനി വിളക്കാവട്ടെ, തൂക്കുവിളക്കാവട്ടെ, കുപ്പിവിളക്കാവട്ടെ, പല തരത്തിലുള്ള വിളക്കുണ്ട്. ഇങ്ങനെയുള്ള വിളക്കുകൾ കത്തിക്കുക എന്നുള്ളത് ആ കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക, കത്തിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുക എന്നതാണെങ്കിൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് കാഫിറാവുന്നില്ല, ഹറാമാണ്. അതേസമയം അങ്ങനെയല്ലാതെ ജനങ്ങളുടെ ബഹുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഭൗതികമായ ഒരു സംവിധാനം എന്നതാണ് ഉദ്ദേശ്യമെങ്കിൽ, ആളുകളെ ബഹുമാനത്തിനൊരു ഒരു മാർഗം എന്നതാണ്, ഇതൊരു മഹാത്മാവിന്റെ ഖബറാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നടപടി എന്നതാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പമില്ല, അത് ജായിസാണ് എന്നാണ്. മഹാത്മാക്കളുടെ ഖബർ എന്ന് പറയുമ്പോൾ അത് ആദരിക്കപ്പെടേണ്ടുന്ന സ്ഥലമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർമ്മശാസ്ത്രം എന്താ പറഞ്ഞത്? നഅം യതഅക്കദു നദ്ബു ഇഹ്തിറാമി നഹ്വിൽ മദാരിസി വറുബതി വമഹാലിൽ ഉലമാഇ വസ്സുലഹാഇ وكل محل علم أنه صلى الله عليه وسلم نزله أو صلى فيه فله فضل عظيم على غيره على ممر الدهرين. മഹാന്മാരുടെ അവർ നിലകൊള്ളുന്ന സ്ഥലങ്ങൾ അതിന് മഹത്തായ ശ്രേഷ്ഠതയുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ. فيتأكد الاعتناء بتحري نزوله والتبرك به. ആ സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുക, ആ സ്ഥലത്ത് ചെല്ലുക എന്നുള്ളത് കൊണ്ടൊക്കെ വളരെ ഗൗരവത്തോടുകൂടി പ്രാധാന്യപൂർവ്വം ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതാണ് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ ഹജ്ജിന്റെ അധ്യായത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഹജ്ജിന്റെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആ മഹാന്മാരെ ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി, അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയ്യുൻ നാബലുസി അവിടുത്തെ കശ്ഫുൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന കിതാബിൽ പറയാണ്, വകദാ ഈഖാദുൽ ഖനാദീലി വശുമഅ ഇൻദ ഖുബൂരിൽ ഔലിയാഇ വസ്സുലഹാഇ മിൻ ബാബിൽ തഅദീം വൽ ഇജ്ലാൽ അയ്ദൻ ലിൽ ഔലിയാ ഫൽമഖ്സദു ഫീഹാ മഖ്സദുൻ ഹസൻ. മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ വിളക്കുകൾ കത്തിക്കുക, മെഴുകുതിരികൾ കത്തിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ജനങ്ങൾ അവരെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് അതിന്റെ ഉദ്ദേശ്യം ശരിയായ ഉദ്ദേശ്യമാണ്. അങ്ങനെ കത്തിക്കാൻ വേണ്ടി എണ്ണയും അതുപോലെ തന്നെ മെഴുകുതിരിയൊക്കെ നേർച്ചയാക്കുക എന്നുള്ളതും അതും ജായിസാണ്. അതൊന്നും ഒരിക്കലും തന്നെ വിരോധിക്കപ്പെടേണ്ടതല്ല. ജായിസുൻ ഐദൻ ലാ യംബഗി നഹ്യു അൻഹു, അതിനെ തൊട്ട് വിരോധിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയ്യുൻ നാബലുസി പറഞ്ഞതായിട്ട് ഇസ്മായിലുൽ ഹഖി അവറുകൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. അബ്ദുൽ ഹഖി നാബലുസി അത് പറഞ്ഞത് കശ്ഫുൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ അതും നേരത്തെ പറഞ്ഞത് നമ്മൾ എതിരില്ല. ഇവിടെ പറഞ്ഞത് ആളുകളുടെ ബഹുമാനം, ആളുകളുടെ തബറുക്കിന് മാർഗമാവുക, മാധ്യമമാവുക, അതിന്റെ ഒരു ഭൗതിക സംവിധാനം എന്ന നിലക്കാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞത് കത്തിച്ചു ബഹുമാനിക്കുക, കത്തിച്ചു ബർക്കത്തെടുക്കുക എന്നതാണ്. ഇത് രണ്ടും അല്ലേ? അദ്ദേഹം ആരാ, സബാഹിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കത്തിച്ചു ബഹുമാനിക്കുക, കത്തിച്ചു ബർക്കത്തെടുക്കുക എന്നുള്ളതും, ബഹുമാനിക്കാൻ വേണ്ടി കത്തിക്കുക, ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി വിളക്ക് കത്തിച്ചു വെക്കുക, ആളുകൾ മറ്റു നിലക്ക് ബർക്കത്തെടുക്കുവാൻ വേണ്ടി അവിടെ വിളക്ക് കത്തിച്ചു വെക്കുക, അതിനുവേണ്ടി പിന്നെ അവിടെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് വെളിച്ചമുണ്ടാകാൻ വേണ്ടി, പ്രത്യേകിച്ച് പഴയ കാലത്തുള്ള കബറുകളിലൊന്നും ഒരു വെളിച്ചത്തിന്റെ സംവിധാനമില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി അവിടെ വിളക്ക് കത്തിച്ചു വെക്കുക എന്നുള്ളതിന് യാതൊരു വിരോധവുമില്ല. അതിനുവേണ്ടി എണ്ണ നേർച്ചയാക്കുന്നതും മെഴുക് നേർച്ചയാക്കുന്നതൊക്കെ ജായിസാണ്, അനുവദനീയമാണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ
പണ്ഡിതന്മാർ കർമ്മശാസ്ത്രം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇനി ഇതൊന്നും ഒരു കാര്യമില്ലാതെ അവിടെ സാധാരണ ഇലക്ട്രിക് ബൾബുകൾ ഇഷ്ടംപോലെ കത്തുന്നുണ്ട്. പിന്നെ അവിടെ വേറൊരു കാര്യമില്ലാതെ ഇലക്ട്രിക് ബൾബ് കത്തുന്ന കൂട്ടത്തിൽ സാധാരണ വിളക്കും കത്തിച്ചാൽ അതിന്റെ ഒരു വെളിച്ചം കൂടി ഉണ്ടാവും. അത് ജനങ്ങളുടെ ബഹുമാനത്തിന് നിമിത്തമാവുക എന്നതാണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ അത് ജായിസാണ്, അനുവദനീയമാണ് എന്നാണ്. ഇനി ആ ഉദ്ദേശമൊന്നുമില്ലാതെ വെറുതെ വിളക്കങ്ങനെ കത്തിക്കുകയാണെങ്കിലോ, വെറുതെ വിളക്കങ്ങനെ കത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഒരാള് ഒരു വൈദ്യുതിയിൽ വെറുതെ കത്തിച്ച് നശിപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? അത് പാടില്ല എന്നാണ്. വെറുതെ യാതൊരു കാര്യമില്ല. അതേസമയത്ത് ചരിത്രപരമായ ഒരു പാരമ്പര്യത്തെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിനാണെങ്കിൽ നല്ല മനസ്സിലാക്കാം. ചരിത്രപരമായ ഒരു പാരമ്പര്യത്തെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ, അല്ലെങ്കിൽ അഥവാ കരണ്ട് പോയാലും ഈ വെളിച്ചം അവിടെ ഉണ്ടാകും എന്ന ഉദ്ദേശ്യമാണെങ്കിൽ, അതാണ് അപൂർവമായിട്ട് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് അപൂർവമായിട്ട് മാത്രമേ അവിടെ ഉപകാരം നടക്കുകയുള്ളൂ എന്നാണെങ്കിലും വിളക്ക് കത്തിക്കാമെന്നാണ്. അപൂർവമായിട്ടാണ് അവിടെ ഉപകാരം നടക്കുന്നത് എന്നാണെങ്കിലും വിളക്ക് കത്തിക്കാമെന്നാണ്. അപ്പൊ അഥവാ കരണ്ട് പോയാലും ഇവിടെ കെടാതെ കത്തുന്ന വിളക്കുണ്ടല്ലോ എന്നതാണ് ഉദ്ദേശ്യമെങ്കിൽ അത് ജായിസാണ്. ഇങ്ങനെയുള്ള യാതൊരു ഉദ്ദേശമില്ലാതെ വെറുതെ വിളക്ക് കത്തിക്കുകയാണെങ്കിലോ അത് മുതൽ നശിപ്പിക്കുക എന്ന നിലക്കത് പാടില്ലാത്തതാണ്. അതേസമയത്ത് അത് അമുസ്ലിമീങ്ങളോട് സാദൃശ്യമാവുക എന്നോ, അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതോ, അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതോ, അവരുടെ ആഘോഷ പരിപാടിയുടെ ആഭിമുഖ്യം പുലർത്തുക, ഈ രൂപത്തിലുള്ള ആ ഒരു മസ്അലയും ഈ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശരിക്കും മനസ്സിലാക്കാം. മഖാമുകളിൽ വിളക്ക് കത്തിക്കുന്ന മസ്അലയും ഉദ്ഘാടന വേദികളിൽ ഭദ്രദീപം കൊളുത്തുന്ന മസ്അലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മഖാമുകളിൽ വിളക്ക് കത്തിക്കുന്നതിന് വേറെ മസ്അലയാണുള്ളത്. അത് വിളക്ക് എന്നുള്ളത് നിലവിളക്ക് എന്നുള്ള പേരുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നിലവിളക്കായതുകൊണ്ടും കുഴപ്പമില്ല. മാത്രമല്ല വിയോജിപ്പാണ് അവിടെ വരുന്നത്, യോജിപ്പല്ല, അവിടെ വിയോജിപ്പാണ് അവിടെ വരുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് നിലവിളക്കിന്റെ കർമ്മശാസ്ത്രം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഇങ്ങനെയുള്ള ഈ ഉദ്ഘാടന വേദികളിൽ, മംഗളവേദികളിൽ നടത്തപ്പെടുന്ന ഈ ഭദ്രദീപം കൊളുത്തുക എന്നുള്ളത് അനിസ്ലാമികം എന്നാണ് പറഞ്ഞത്. അനിസ്ലാമികം എന്ന് പറയുമ്പോൾ അത് കുഫ്ർ ആയിട്ട് വരുന്നതുകൊണ്ട്, ഹറാമായിട്ട് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കറാഹത്തായിട്ട് വരുന്നതുകൊണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് യോജിക്കാത്തത് എന്നുള്ള അർത്ഥമാണ്. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ അനിസ്ലാം എന്നല്ല പറഞ്ഞത്. അനിസ്ലാം എന്ന് പറയുന്നതും അനിസ്ലാമികം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അനിസ്ലാം എന്ന് പറയുമ്പോൾ കുഫ്ർ എന്നാണ്, ഇസ്ലാം അല്ലാത്തത് എന്നാണ്. അനിസ്ലാമികം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനോട് യോജിക്കാത്തത് എന്നാണ്. അത് ഹറാമിനെ പറ്റിയും പറയാം. ഇപ്പൊ കല്ലൂടി അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ കാഫറാവുന്നല്ല. അതുപോലെ തന്നെ കറാഹത്തായ പല കാര്യങ്ങളുണ്ട്, അത് അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാഫറാകുമെന്നോ ഹറാമാണെന്നോ അർത്ഥമില്ല. പക്ഷെ ഈ മൂന്നാലൊരു വിധിയുടെ പരിധിയിൽ അത് വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ല? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു, അല്ലേ, നവവി ഇമാം റളിയല്ലാഹു പറയുന്ന ഒരു സംഭവം, ഒരു അവിടുത്തെ അദ്കാറിൽ പറയാണ്, ഒരാൾ വേറൊരാൾക്ക് സലാം ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്നുള്ള സലാം ചെല്ലുന്നത്, അല്ലെങ്കിൽ സലാം എടുക്കുമ്പോൾ വഅലൈക്കും അസ്സലാം എന്നാണല്ലോ. അങ്ങനെ സലാം ചൊല്ലാതെ, സലാം വാക്കുകളെ കൊണ്ട് സലാം ചൊല്ലുകയോ മടക്കുകയോ ചെയ്യാതെ കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ പറ്റൂലേന്ന്, അത് കറാഹത്താണ്. എന്താ അതിന്റെ തെളിവ്? ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, മറ്റുള്ളവരോട് സാദൃശ്യപ്പെടുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ലാ തശബ്ബഹു ബിൽ യഹൂദ് വലാ ബിൻ നസാറ, ജൂത നസ്രാണികളോട് നിങ്ങൾ സാദൃശ്യത പുലർത്തരുത്. ഫഇന്ന തസ്ലീമൽ യഹൂദി അൽ ഇശാറത്തു ബിൽ അസാബിഇ വതസ്ലീമൻ നസാറ അൽ ഇശാറത്തു ബിൽ കഫി, ജൂതന്മാരുടെ അഭിവാദനം എന്ന് പറയുന്നത് വിരലുകളെ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കലാണ്. നസ്രാണികളുടെ അഭിവാദനം എന്ന് പറയുന്നത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൈപ്പത്തിക്കൊണ്ടുള്ള ആംഗ്യം കാണിക്കലാണ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യരുത്, അത് അവരോട് സാദൃശ്യമാവലാണ്. മനസ്സിലായോ? എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്,
അതേ സമയത്ത് ഒരാൾ സലാം ചൊല്ലുകയും ചെയ്തു, ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു, എന്നാ കുഴപ്പമില്ല. കാരണം അവിടെ സാദൃശ്യതല്ല, അവിടെ വിയോജിപ്പാണുള്ളത്. അവിടെ യോജിപ്പല്ലുള്ളത്, വിയോജിപ്പാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ യോജിപ്പല്ല, വിയോജിപ്പാണുള്ളത്. ശനിയാഴ്ച മാത്രം അവധി നടത്തുകയാണെങ്കിലോ ഞായറാഴ്ച മാത്രം അവധി പ്രഖ്യാപിക്കുകയാണെങ്കിലോ അവിടെ യോജിപ്പാണുള്ളത്. അപ്പോ യോജിപ്പ് ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട്. നമ്മുടെ ഭാഷയിൽ തന്നെ അത് കാണാം, എത്രയോ കാണാം. അപ്പൊ നമ്മൾ സാധാരണ ഞാൻ ഇന്ന് എന്റെ ബാപ്പാന്റെ ഖബറിങ്കൽ പോയിട്ട് ദ്വാർന്നു എന്നാ പറയാം. അതേസമയത്ത് എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ പോയി എന്റെ ബാപ്പാന്റെ ഖബറിങ്കൽ പോയിട്ട് മയ്യത്തിന് വേണ്ടി ഞാൻ ദ്വാർന്നു എന്ന് നമ്മൾ പറയും. അതേസമയത്ത് എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ പോയിട്ട് ശവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുമോ? രണ്ടു സംഗതി ഒന്ന് തന്നെയാണ്. ഇത് പറഞ്ഞു മനസ്സിലാവേണ്ട സുഹൃത്തുക്കളെ. എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ പോയിട്ട് ആ ശവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതും എന്റെ ബാപ്പാന്റെ ഖബറിങ്കൽ പോയിട്ട് മയ്യത്തിന് വേണ്ടി ഞാൻ ദ്വാർന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരേ സംഗതി ഒന്ന് തന്നെയാണ്, സാധനം ഒന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രയോഗത്തിൽ വിയോജിപ്പ് വരുത്തുക, അതാണ് സാംസ്കാരികമായ അടയാളങ്ങളിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് വിയോജിപ്പ് വരുത്തുന്ന കാര്യങ്ങൾ, അതിലേക്ക് സൂചനയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോ അതാണ് മഖാമുകളുള്ളത്. അതൊരിക്കലും തന്നെ ഉദ്ഘാടന ചടങ്ങുകളിലുള്ള നിലവിളക്കുമായിട്ട് മഖാമിലുള്ള നിലവിളക്കിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ബന്ധമുള്ളത് ആകെ ആകൃതിയിലും അതുപോലെ നാമകരണത്തിലുമാണ്. അതുകൊണ്ട് മാത്രം അതെന്തല്ല, അതിനെ സംബന്ധിച്ച് ഹറാമ് എന്നോ കറാഹത്ത് എന്നോ പാടില്ലാത്തത് എന്നോ വിധി എഴുതാൻ കർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല. അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമസ്തകല ജമിയത്തുൽ ഉലമ നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമികം എന്ന പേരിൽ സുപ്രഭാതത്തിൽ വന്ന പ്രസ്താവന മക്കാമുകൾക്ക് ബാധകമല്ല, വീട്ടിലുള്ള നിലവിളക്ക് ബാധകമല്ല. മനസ്സിലായില്ലേ? അത് സമകാലികമായി ചർച്ച ചെയ്യുന്നത് എന്തൊന്നിനെ കുറിച്ചാണോ അതിന് മാത്രമാണ് ബാധകം എന്നുള്ളത് തുടർന്ന് വന്ന ലേഖനങ്ങളൊക്കെ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് സമസ്തകല ജമിയത്തുൽ ഉലമയുടെ മുഷാവറയുടെ തീരുമാനമല്ല. മുഷാവറ അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്ത് എടുത്തു എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കോയക്കുറ്റി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും സംയുക്തമായി നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞത് അതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഹിദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.